ഓം ശക്തി. പത്ത് 2/2025। बाबा कहते मीठे बच्चे, तुम्हें बाप द्वारा जो अद्वैत मद मिल रही है उस मद पर चलकर कलियुगी मनुष्यों को सतयुगी देवता बनाने का श्रेष्ठ कर्तव्य करना है. ബാബ പറയാണ്, നിങ്ങൾക്ക് ബാബയിലൂടെ അദ്വൈത മതം കിട്ടിക്കൊണ്ടിരിക്കുക, ഒന്നു മാത്രം. ആ മതത്തിലൂടെ നടന്ന് കലിയുഗി മനുഷ്യനെ സത്യയുഗി ദേവതയാക്കി മാറ്റാനുള്ള ശ്രേഷ്ഠ കർത്തവ്യം ചെയ്യണം എന്ന് ബാബ പറയാൻ. ഇനി ബാബ ചോദ്യം ചോദിക്കുക, സബി മനുഷ്യ മാത്ര ദുഃഖി ക്യോं बने हैं? उसका मूल कारण क्या है? ബാബ ചോദിക്കുകയാണ്, എല്ലാ മനുഷ്യരും ദുഃഖികളാണ്. എല്ലാ മനുഷ്യരും എന്തുകൊണ്ടാണ് ദുഃഖികളായിട്ട് മാറിയത്? മനുഷ്യർ ദുഃഖിയായി മാറുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ബാബ ചോദിക്കാം. എന്താണ് ദുഃഖത്തിൻ്റെ കാരണം? പഞ്ചവികാരങ്ങളാകുന്ന രാവണനിൽ പെട്ടതുകൊണ്ട്. പിന്നെ എല്ലാവരും പതീതമായി മാറിയത് കാരണം ദുഃഖം വന്നത്. ബാബ പറയുന്നേ, रावण ने सभी को श्रापित कर दिया है, इसलिए सभी दुखी बने हैं. കാരണം എന്താന്ന് വെച്ചാൽ രാവണൻ എല്ലാവരെയും ശപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ദുഃഖികളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ രാവണന്റെ ശാപമാണ് ദുഃഖം വരാൻ കാരണം. ബാപ്പ് വർഷ ദേത്തെ ഹെ, രാവൺ ശ്രാപ് ദേത്ത, യഹ് ഭി ദുനിയ നഹീ ജാനത്തെ. അതായത് ബാബ സമ്പത്ത് തരും, ഭഗവാൻ നമുക്ക് സമ്പത്ത് തരും. രാവണനാണെങ്കിൽ നമ്മൾക്ക് ശാപം തരും. ഇത് ലോകത്തിലെ മനുഷ്യർക്കൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് പലപ്പോഴും ദുഃഖം വരാനുള്ള കാരണം എന്താ? രാവണന്റെ ശാപമാണ്. ബാപ്നെ വർഷ ദിയ തബ് തോ ഭാരതവാസി ഇത്നെ സുഖി സ്വർഗ് കെ മാലിക് ബനെ, പൂജ്യ ബനെ. അതായത് ബാബ നമുക്ക് സമ്പത്ത് തന്നു, അപ്പൊ നമ്മൾ ഭാരതവാസികള് ഇത്രയും സുഖികളായി, സ്വർഗത്തിന്റെ അധികാരിയായി, പൂജ്യനായിട്ടൊക്കെ മാറി. ശ്രാപിത് ഹോനെ സെ പൂജാരി ബൻ ജാത്തെ ഹെ. പക്ഷേ രാവണന്റെ ശാപമേറ്റപ്പോ എന്തായി? പൂജാരിയായിട്ട് മാറി എന്ന് ബാബ പറയാം. ഓം ശാന്തി. ബാബ പറയാ, बच्चे यहाँ मधुबन में आते हैं बाप दादा के पास. ബാബ പറയാ, കുട്ടികളെ, നിങ്ങൾ മധുബനില് ബാബയുടെ അടുത്തേക്കാണ് വരുന്നത്. മധുബനിൽ നമ്മൾ ബാബയെ കാണാൻ പോകുമ്പോൾ ബാപ്ദാദയുടെ അടുത്തേക്കാണ് പോകുന്നത്. हाल में जब आती हो देखती हो पहले भाई बहन बैठते हैं, फिर पीछे देखती हो बाप दादा आया हुआ है और तो बाप की याद आती है. നമ്മൾ ബാബ വരുന്ന ഡയമണ്ട് ഹാളിൽ പോയിട്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? കുറേ സഹോദരി സഹോദരന്മാരിയ്ക്കുന്നുണ്ട് അല്ലേ? 20,000 സഹോദരങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ നോക്കുമ്പോൾ എന്താണ്? ബാപ്ദാദ വന്നിരിക്കുന്നു. അപ്പം നമുക്ക് ബാബയുടെ ഓർമ്മ വരും, ആ സാഹചര്യങ്ങൾ അല്ലേ? വായുമണ്ഡലം അങ്ങനത്തെയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ബാബയുടെ ഓർമ്മ വരും. तुम हो प्रजापिता ब्रह्मा के बच्चे, ബ്രാഹ്മൺ ഓർ ബ്രാഹ്മണിയ. നമ്മൾ എല്ലാവരും പ്രജാപിത ബ്രഹ്മാവിന്റെ മക്കളാണ്, ബ്രാഹ്മണരും ബ്രാഹ്മണിമാരുമാണ്. വഹ് ബ്രാഹ്മൺ തോ ബ്രഹ്മ ബാപ് കോ ജാനത്തെ ഹി നഹി. എന്നാൽ ലോകത്തിലെ ലൗകിക് ബ്രാഹ്മണരുണ്ടല്ലോ, അവർക്ക് ബ്രഹ്മാവിനെ അറിയില്ല.
അവര് ബ്രഹ്മാവ് ആരാണെന്ന് വ്യക്തമായി തിരിച്ചറിയുന്നില്ല. തും ബच्चे जानते हो जब बाप आते हैं तो ब्रह्मा विष्णु शंकर भी जरूर चाहिए. അപ്പൊ ബാബ പറയാണ്, കുട്ടികൾക്ക് അറിയാം എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോ ബ്രഹ്മാവ് വിഷ്ണു ശങ്കരൻ ഇവര് വേണം. കാരണം ശിവബാബ ഈ ത്രിമൂർത്തിയിലൂടെയാണല്ലോ കർത്തവ്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 3 മൂർത്തികളും വേണം. कहते ही है ത്രിമൂർത്തി ശിവ ഭഗവാൻ വാച്ച്. പറയുന്നത് എന്താണ്? ത്രിമൂർത്തി ശിവഭഗവാന്റെ മഹാവാക്യങ്ങൾ. അപ്പൊ തീനോം ദ്വാരാത്തോ നെഹി ബോലേങ്കേന. അപ്പൊ ബാബ പറയാ, ഇപ്പോ 3 പേരിലൂടെയും പറയില്ലല്ലോ എന്ന് ബാബ ചോദിക്കാം അല്ലേ? അതായത് ഒരാളിലൂടെ അല്ലേ പറയാൻ പറ്റുള്ളൂ, 3 പേരിലും വരാൻ പറ്റില്ലല്ലോ. ഏ ബാത്തെ അച്ഛി രീതി ബുദ്ധിമേ ധാരൺ കർണേ. ഈ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ബുദ്ധിയിൽ വരണം എന്ന് ബാബ പറയാം. ബേഹദ് കെ ബാപ് സെ ജറൂർ സ്വർഗ് കാ വർഷ മിൽത്താ ഹൈ. इसलिए सभी भक्त भगवान से क्या चाहते हैं? ജീവൻ മുക്തി. അപ്പൊ ബാബ പറയാണ്, പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്ത് കിട്ടുന്നു. അതുകൊണ്ട് എല്ലാ ഭക്തരും ഭഗവാനിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ജീവൻ മുക്തിയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? കാരണം എല്ലാവർക്കും മുക്തി വേണം, ജീവൻ മുക്തി വേണം എന്ന് പറയുമല്ലോ. കാരണം എന്തുകൊണ്ടാണ്? ബാബ പറയാ, അഭി ഹൈ ജീവൻ ബന്ദ്. ഇപ്പൊ എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. സബി ബാപ് കോ യാദ് കർത്തെ ഹൈ കി ആകർ ഇസ് ബന്ധൻ സെ മുക്ത് കർ. അതായത് എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നു. എന്നിട്ട് ബാബയോട് പറയാണ്, ഭഗവാനെ വന്ന് ഈ ബന്ധനത്തിൽ നിന്നൊന്ന് മുക്തമാക്കൂ എന്നാണ് പറയുന്നത്. അഭി തും ബच्चे ही जानते हो कि ബാബ ആയാ ഹുവാ ഹൈ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ബാബ വന്നു കഴിഞ്ഞു. കൽപ്പ കൽപ്പ ബാബ് ആത്തെ ഹൈ. കൽപ്പ കൽപ്പം ബാബ വരുന്നുണ്ട്. पुकारते भी है तुम मात पिता, परंतु इसका अर्थ तो कोई भी नहीं समझते. അതായത് ബാബ പറയാ, എല്ലാവരും വിളിക്കുന്നുണ്ട് ഭഗവാനെ അല്ലേ, അങ്ങ് മാതാപിതാവാണ്, ബന്ധു സഖാവാണ്, സ്വാമിയാണ്, സർവസ്വമാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. പക്ഷെ അതിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. നിരാകാർ ബാപ് കെ ലിയെ സംശയത്തെ. നിരാകാരനായ ബാബയെ കുറിച്ചാണ് അവിടെ അറിവ് തരുന്നത്. നിരാകാരനായ ഭഗവാന്റെ അറിവാണത് അല്ലെ? ഭഗവാനെ കുറിച്ചാ പറയണേ, ത്വമേവ മാതാശ്ച പിതാ ത്വമേവ ബന്ധു സഖാ സ്വാമി സർവസ്വം എന്നൊക്കെ പറയുന്നത്. ഗാത്തെ ഹേ പരന്തു മിൽത്ത കുച്ചുബിനെ. ബാബ പറയാണ്, മഹിമയൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല എന്ന് ബാബ പറയാണ്. അഭി തും ബच्चों को उनसे वर्षा मिलता है, फिर कल्प के बाद मिलेगी. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ബാബയിൽ നിന്ന് സമ്പത്ത് കിട്ടുന്നു, ഇനി കൽപ്പത്തിന് ശേഷവും കിട്ടും എന്ന് ബാബ പറയാം. बच्चे जानते हैं बाप आधा कल्प के लिए आकर वर्षा देते हैं और रावण फिर श्राप देते हैं. ബാബ പറയാ, കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ അരകൽപ്പത്തേക്ക് വേണ്ടി നമുക്ക് സമ്പത്ത് തരികയാണ്, രാവണനോ ശാപം തരുന്നു എന്ന് ബാബ പറയാം. ദുനിയ നഹീ ജാനത്തെ കി ഹം സബ് ശ്രാപിത് ഹൈ. ലോകത്തിലെ മനുഷ്യരൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല, നമ്മളെല്ലാവരും രാവണനാൽ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. രാവൺ കാ ശ്രാപ് ലഗാ ഹുവാ ഹൈ, ഇസ്ലിയെ സബി ദുഃഖി ഹൈ. രാവണന്റെ ശാപം ഏറ്റിരിക്കുകയാണ്, അതുകൊണ്ട് എല്ലാവരും ഇന്ന് ദുഃഖികളാണെന്ന് ബാബ പറയാം. ഭാരതവാസി സുഖി ഥി. ബാബ പറയാ, മക്കളെ, ഭാരതവാസികൾ സുഖികളായിരുന്നു, ഭാരതവാസികൾ സുഖികളായിരുന്നു. കലിൻ ലക്ഷ്മി നാരായൺ കാ രാജ ഭാരത് മേ ഥാ. ഇന്നലെ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ദേവതാവോം കെ ആകെ മാതാ ടെക്തെ ഹേ, പൂജ കർത്തെ ഹേ, പരന്തു സത്യയുഗ് ഖപ്ത ഏ കിസ്കോ പതാ നഹീ. അപ്പൊ ബാബ പറയാണ്, ദേവതകളുടെ മുന്നിൽ പോയിട്ട് എല്ലാവരും നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു, പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്നാൽ എപ്പോഴാണ് സത്യയുഗം ഉണ്ടായിരുന്നത് ഇതാരും അറിയുന്നില്ല എന്ന് ബാബ പറയാം. എന്നാൽ ഇതാരും അറിയുന്നില്ല. अब देखो लाखों वर्ष की आयु सिर्फ सतयुग की दिखा दी है, फिर त्रेता की, द्वापर, कलयुग की, उस हिसाब से मनुष्य कितने टेर हो जाए. അപ്പൊ ബാബ പറയണം, നോക്കൂ മക്കളെ, ലക്ഷം വർഷങ്ങളുടെ ആയുസ് കേവലം സത്യയുഗത്തിന് മാത്രം പറയുന്നു. സത്യയുഗത്തിന് ലക്ഷോപലക്ഷം വർഷങ്ങളുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ബാബ പറയാ, പിന്നെ ത്രേതായുഗവും ദ്വാപരയുഗവും കലിയുഗവും ഉണ്ടല്ലോ, അതിനും എത്ര ലക്ഷം വർഷങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ കണക്കനുസരിച്ച് നോക്കുമ്പോ ഇവിടെ മനുഷ്യർ എത്രയാ വർദ്ധിക്കാന്ന് ബാബ ചോദിക്കാൻ. 5000 വർഷമായപ്പോഴേക്ക് തന്നെ ഈ ലോകത്ത് ഇത്രയും ജനസംഖ്യ കൂടി. അപ്പൊ ലക്ഷവർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താ സ്ഥിതി, ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതാണ് ബാബ പറയുന്നത് അല്ലേ, ഇപ്പൊ മനുഷ്യർ എത്രയാണ്? സിർഫ് സത്യയുഗമേ ഹി ढेर മനുഷ്യ ഹോ ജായേ. കേവലം സത്യയുഗത്തിൽ മാത്രം ഒരുപാട് മനുഷ്യരുണ്ടായാൽ എന്താ അവസ്ഥ? कोई भी मनुष्य की बुद्धि में नहीं बैठता है. പക്ഷെ ഇതൊന്നും മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. बाप बैठ समझाते हैं कि देखो गाया भी जाता है, 33 crore ദിവദായി होते हैं. അതായത് ബാബ പറയാണ്, ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. മഹിമയും പാടുന്നുണ്ട്, 33 കോടി ദേവി ദേവതകൾ, ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഐസി തോടെ ഹി വഹ് കോയി ലാഖോ വർഷ മേ ഹോ സക്തേ ഹൈ. ബാബ പറയാണ്, ഇങ്ങനെ ഒരിക്കലും പറയില്ല. അതായത് ലക്ഷം വർഷങ്ങളെല്ലാം ഉണ്ട് അല്ലെ, ലക്ഷം വർഷങ്ങളിലാണ് ഉണ്ടാകുന്നത്, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നിട്ട് ബാബ പറയാത്തോ വ്യോവി മനുഷ്യർക്ക് സംജാനാ പറയും. അപ്പൊ നമ്മൾ ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതായത് ലക്ഷം വർഷം, ലക്ഷോപലക്ഷം വർഷങ്ങളൊന്നും സൃഷ്ടിക്കില്ല, കേവലം 5000 വർഷം മാത്രമേ ഉള്ളൂ. അതൊന്നും മനസ്സിലാക്കി കൊടുക്കണം. അഭി തും സമജ്തേ ഹോ कि बाबा हमको स्वच्छ बुद्धि बनाते हैं, रावण म्लेച്ഛ ബുദ്ധി बनाते हैं. ബാബ പറയാ, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമുക്ക് നമ്മുടെ ബുദ്ധിയെ സ്വച്ഛമാക്കി മാറ്റുകയാണ്, ശുദ്ധമാക്കി മാറ്റുകയാണ് ബാബ. എന്നാൽ രാവണനാണെങ്കിലോ നമ്മുടെ ബുദ്ധിയെ മ്ലേച്ഛമാക്കി മാറ്റുന്നു, അശുദ്ധമാക്കി മാറ്റുന്നു എന്ന് ബാബ പറയാൻ. മുഖ്യ ബാത്ത് മുഖ്യമായ കാര്യം ഇതാണ് മക്കളെ. വികാരങ്ങൾ നമ്മളെ മോശമാക്കും, സദ്ഗുണങ്ങൾ നമ്മളെ നല്ലതാക്കും. സത്യയുഗമേ ഹെ പവിത്ര, യഹാം ഹെ അപവിത്ര. സത്യയുഗം അല്ലെ, സ്വർണിമയുഗം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ആത്മാക്കളും പവിത്രമാണ്. എന്നാൽ ഈ കലിയുഗത്തിലോ എല്ലാവരും അപവിത്രമാണെന്ന് ബാബ പറയാണ്. किसको पता नहीं है कि राम राज्य कब से कब तक, रावण राज्य कब से कब तक होता है. അതായത് ബാബ പറയാണ്, ഇത് മനുഷ്യർക്ക് അറിയുന്നില്ല. ഈ രാമരാജ്യം എന്ന് പറയുന്നത് എപ്പം മുതൽ എപ്പോൾ വരെയാണ്. അതായത് ശാന്തിയും സുഖവും സ്നേഹവും സന്തോഷവും സഹകരണവും എല്ലാം നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ ലോകം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഇവിടെ ഉണ്ടായത്. ഇനി അശാന്തിയും ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും പാപകർമ്മങ്ങളും ഇതെല്ലാം നിറഞ്ഞ ലോകം എപ്പോൾ വന്നു, എങ്ങനെ വന്നു, ഇതൊന്നും മനുഷ്യർക്കറിയില്ല എന്ന് ബാബ പറയാണ്. സമജ്തേ ഹേ യഹാം ഹി രാം രാജ്യ ഭി ഹേ രാവൺ രാജ്യ ഭി ഹേ. മനുഷ്യര് മനസ്സിലാക്കുന്നത് എന്താണ്? ഇവിടെ തന്നെയാണ് രാമരാജ്യവും ഇവിടെ തന്നെയാണ് രാവണരാജ്യവും എന്നാണ് പറയുന്നത്. അനേക മതമതാന്തര, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് ബാബ പറയാം. ജിത്തനേ ഹെ മനുഷ്യ ഉത്തനേ ഹി മത. എത്ര മനുഷ്യരുണ്ടോ അത്രയും മതങ്ങളുമുണ്ട് എന്ന് ബാബ പറയാം. अभी हम तुम बच्चों को एक अद्वैत मत मिलती है जो बाप ही देते हैं. അതായത് ബാബ പറയാണ്, ഇപ്പോ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ഒരു അദ്വൈത മതം കിട്ടിയിരിക്കുകയാണ്, ഇത് ബാബ തന്നെയാണ് തരുന്നത് എന്ന് ബാബ പറയാണ്. തും അഭി ബ്രഹ്മ ദ്വാര ദേവത ബൻ രഹേ ഹോ.
ഇപ്പൊ നമ്മള് ബ്രഹ്മാവിലൂടെ ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേവതാവും കി മഹിമ ഗായി ജാതി ഹെ. ദേവതകളുടെ മഹിമയൊക്കെ പാടുന്നുണ്ട്. സർവഗുണ സമ്പന്ന സ്വലകല സമ്പൂർണ്ണ. ये तो बहु മനുഷ്യ മനുഷ്യക്ക് മഹിമ ഗാത്തെ ഹെ ക്യോ. അപ്പൊ ബാബ പറയാണ് ദേവതകളുടെ മഹിമയെല്ലാം പാടുന്നുണ്ട്. എന്താണ്? സർവഗുണസമ്പന്നൻ, 16 കലാസമ്പൂർണൻ, അല്ലെ? ഇങ്ങനെയെല്ലാം പാടുന്നുണ്ടല്ലോ. അപ്പം ബാബ പറയാണ് അവര് മനുഷ്യരാണ്. അതായത് ദേവീ ദേവതകളും മനുഷ്യരാണ്. പക്ഷേ മനുഷ്യന്റെ മഹിമ എന്താണ് ഇങ്ങനെ പാടുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്? ഒരു മനുഷ്യനെ സർവഗുണസമ്പന്നനാണ്, 16 കലാസമ്പൂർണനാണ്, മര്യാദ പുരുഷോത്തമനാണ് എന്നൊരു മനുഷ്യനെ കുറിച്ച് പാടാന്ന് പറഞ്ഞാൽ, മഹിമ പറയാന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് എന്ന് ബാബ ചോദിക്കാൻ. ജറൂർ ഫറക് ഹൂഗാന. തീർച്ചയായിട്ടും ഒരു വ്യത്യാസം കാണും. എല്ലാ മനുഷ്യരെ പോലെ അല്ല അവര്. അതുകൊണ്ടാണല്ലോ അവർക്ക് മാത്രം മഹിമപ്പെടാം. എല്ലാ മനുഷ്യർക്കും ഈ മഹിമയുണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യർക്കും ഈ മഹിമയില്ല. अभी तुम बच्चे भी नंबरवार पुरुषार्थ अनुसार मनुष्य को देवता बनाने का कर्तव्य सीखते हो. അപ്പൊ ഇപ്പൊ നമ്മൾ കുട്ടികളും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് മനുഷ്യനെ ദേവതയാക്കി മാറ്റാനുള്ള കർത്തവ്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയാൻ. കലിയുഗി മനുഷ്യക്കോ तुम सतयुगी देवता बनाते हो, अर्थात शांति धाम ब्रह्मांड का और विश्व का मालिक बनाते हो. ये तो शांति धाम नहीं है ना. അപ്പൊ ബാബ പറയാണ് കലിയുഗി മനുഷ്യര്, അല്ലെ? കലിയുഗി മനുഷ്യരെ സത്യയുഗി ദേവതയാക്കി മാറ്റുകയാണ്. അർത്ഥം എന്താ? ശാന്തിധാം അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം, ഇതിന്റെയും വിശ്വത്തിന്റെയും അധികാരിയാക്കി മാറ്റുക, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ശാന്തിധാം എന്ന് പറഞ്ഞാൽ ഇവിടെയല്ല. ആത്മാക്കളുടെ വീടാണ് ശാന്തിധാം, അത് മുകളിലാണ്. അപ്പൊ ശാന്തിധാമിന്റെയും അധികാരിയാക്കി നമ്മളെ ഭഗവാൻ മാറ്റുന്നു. അതേപോലെ വിശ്വത്തിന്റെ, സ്വർഗത്തിന്റെ, സത്യയുഗി ലോകത്തിന്റെ അധികാരിയാക്കി നമ്മളെ ബാബ മാറ്റുന്നു. യഹാം തോ കർമ്മ ജറൂർ കർണാ പടേ. ഇവിടെ തീർച്ചയായിട്ടും ബാബ പറയാൻ നമുക്ക് കർമ്മം ചെയ്യുക തന്നെ വേണം. വഹ് സ്വീറ്റ് സൈലൻസ് ഹോം. ബാബ പറയാ ശാന്തിധാമം എന്ന് പറഞ്ഞാൽ എന്താ? മധുരമായ ശാന്തി നിറഞ്ഞ വീടാണ്. അതാണ് ശാന്തിധാമം. അഭി തും സമജ്തേ ഹോ ഹം ആത്മായ സ്വീറ്റ് ഹോം ബ്രഹ്മാണ്ഡ് കെ മാലിക് ഹെ. അപ്പൊ ബാബ പറയാണ് മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ആത്മാക്കള് സ്വീറ്റ് ഹോമിന്റെ, ബ്രഹ്മാണ്ടത്തിന്റെ അധികാരിയാണ്. വഹാം ദുഃഖ് ഓർ സുഖ് സെ ന്യാരെ രഹത്തെ. അതായത് ബാബ പറയാ ബ്രഹ്മാണ്ടത്തില്, സ്വീറ്റ് ഹോമില് സുഖ ദുഃഖത്തിൽ നിന്ന് വേറിട്ടതാണ്. അതായത് ശാന്തിധാമില്, അതേപോലെ ബ്രഹ്മാണ്ടത്തിൽ എന്താന്ന് വെച്ചാലേ 100% ശാന്തിയാണ്. അവിടെ യാതൊരു തരത്തിലുള്ള ശബ്ദങ്ങളില്ല, കോലാഹലങ്ങളില്ല. അപ്പൊ അതുകൊണ്ടാ ബാബ പറയണേ ഫിർ സത്യയുഗമേ വിശ്വക മാലിക് ബനത്തെ. പിന്നീട് സത്യയുഗത്തില് നമ്മള് വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറുന്നു എന്ന് ബാബ പറയാം. അഭി തും ബच्चे लायक बन रहे हो. ബാബ പറയണ മക്കളെ, ഇപ്പൊ നിങ്ങള് യോഗ്യതയുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എയിം ഒബ്ജക്റ്റ് എക്യുറേറ്റ് സാമനെ ഖടി ഹെ. ലക്ഷ്യം കറക്റ്റായിട്ട് നമ്മുടെ മുന്നിലുണ്ട്, അല്ലെ? മനുഷ്യനിൽ നിന്ന് ദേവത, ദൈവിക ഗുണങ്ങളുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറണം. അപ്പൊ അതാണ് ബാബ പറയുന്നത്, തും ഭി ഹോ യുദ്ധ കെ മൈദാൻ പർ പരന്തു തും ഹോ ഡബിൾ അഹിംസക്. അപ്പൊ ബാബ പറയാ മക്കളെ, നിങ്ങൾ ഇരിക്കുന്നത് യുദ്ധമൈതാനത്തിലാണ്. നിങ്ങള് യുദ്ധമൈതാനത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഡബിൾ അഹിംസകരാണെന്ന് ബാബ പറയാം. ഡബിൾ അഹിംസകരാണ്. തും ബच्चे हो योग बल वाले वह बाहुबल वाले. നമ്മൾ കുട്ടികള് യോഗബലമുള്ളവരാണ്. യോഗബലം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആത്മാവ്, അല്ലെ? അതായത് ജ്യോതിസ്വരൂപനായ ഒരാത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാക്കി അതേപോലെ
സർവശക്തികളുടെ സർവഗുണങ്ങളുടെ സാഗരനായ ജ്യോതിസ്വരൂപനായ പരമാത്മാവിനെ ഓർമ്മിക്കുക. അപ്പോൾ കിട്ടുന്ന ശക്തിയാണ് യോഗശക്തി, യോഗബലം. അപ്പൊ നമ്മളുടേത് എന്താണ്? യോഗശക്തിയാണ്. ലോകത്തിലുള്ളവരുടേത് ബാഹുബലമാണെന്ന് ബാബ പറയാം. ലോകത്തിലുള്ളവർക്ക് എന്താണ് ബലം? കുറെ ആൾക്കാരും അതേപോലെ കുറെ ഭൗതിക സുഖ സൗകര്യങ്ങളും ആയുധങ്ങളും ഇതെല്ലാം ഉണ്ടെങ്കിൽ അവര് വിചാരിക്കുന്നു ഞങ്ങൾക്ക് നല്ല ശക്തിയുണ്ട്. അപ്പൊ അവര് ബാഹുബലമാണ് കാണിക്കുന്നത് എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, വഹ ഹിംസക്, ലോകത്തിലുള്ളവര് ഹിംസകരാണെന്ന് ബാബ പറയാം. ഹിംസ കാം കടാരിക്കു കഹാ ജാതാ ഹൈ. ലോകത്തിൽ എല്ലാവരും ഹിംസകരാണെന്ന് പറഞ്ഞാൽ എന്താണ്? വികാരങ്ങൾ കടിമപ്പെട്ടാൽ അത് ഹിംസകരാണെന്ന് ബാബ പറയാൻ. കാമവികാരത്തെയാണ് ഹിംസ എന്ന് പറയുന്നത്. എന്നിട്ട് ബാബ പറയാ, സന്യാസി ഭി സമജ്തേ ഹൈ യഹ് ഹിംസ ഹൈ ഇസ്ലിയെ പവിത്ര ബനത്തെ. ഈ സന്യാസിമാര് പോലും മനസ്സിലാക്കുന്നത് കാമവികാരം ഹിംസയാണെന്നാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പവിത്രമായി ജീവിക്കുന്നത് എന്ന് ബാബ പറയാം. परंतु सिवा तुम्हारे सिवाई बाप के साथ प्रीत कोई की है नहीं. എന്നാൽ ബാബ പറയാ, നമ്മളെ കൂടാതെ ബാബയോട് ആർക്കും സ്നേഹമില്ല എന്ന് ബാബ പറയാം. നമുക്കാണ് ബാബയോട് ഏറ്റവും കൂടുതൽ സ്നേഹം. ആഷിക്കും ആഷിക്ക് പ്രീതി ഒത്തിഹേ. പ്രീതമനും പ്രീതമ്മയ്ക്കും പരസ്പരം സ്നേഹം ഉണ്ടാവുമല്ലോ. പ്രീതമ്മ പ്രീതമൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സ്നേഹിക്കുന്നവരെയാണല്ലോ അങ്ങനെ പറയുന്നത്. വഹ ആഷിക് മാഷിക് തോ ഏക ജനമേ ഗായേ ജാത്തെ. ലോകത്തില് പ്രിയതമനും പ്രിയതമ്മയും ഉണ്ട്. അതൊരു ജന്മത്തിലാണ് പറയുന്നത് എന്ന് ബാബ പറയാം. കഴിഞ്ഞ ജന്മത്തിൽ അവരായിരുന്നില്ല ആഷിഖും ആഷിഖൊന്നും. അടുത്ത ജന്മത്തിലോ ആകണമെന്നില്ല. എന്നാൽ ഈ ജന്മത്തിലാണ് പ്രിയതമനും പ്രിയതമ്മയുമാണ്. അപ്പൊ ബാബ പറയാണ്, തും സബി ഹോ മുജും ആഷിഖ് കെ ആഷിഖ്. അപ്പൊ ബാബ പറയാ, മക്കളെ നിങ്ങള് ഭഗവാനാകുന്ന പ്രിയതമന്റെ പ്രിയതമ്മമാരാണ് എന്ന് ബാബ പറയാം. അപ്പോ ആത്മാക്കളാകുന്ന പ്രിയതമ്മമാരും പരമാത്മാവാകുന്ന പ്രിയതമനും. സ്വയം ഭഗവാൻ നമ്മുടെ പ്രിയതമനാണ്. അതാ ബാബ പറയുന്നേ, ഭക്തി മാർഗമേ മുझे एक माशुक को याद करते आए हो. ബാബ പറയാ, ഭക്തി മാർഗത്തില് നിങ്ങള് ഒരു പ്രിയതമനെ ഓർമ്മിച്ചു വന്നു എന്ന് ബാബ പറയാം. അതായത് ഭഗവാനെ ഓർമ്മിച്ചു. ഭഗവാൻ പ്രിയതമനാണെന്ന് പക്ഷെ അറിയില്ല മനുഷ്യർക്ക്. അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാം, अब मैं कहता हूं यह अंतिम जन्म सिर्फ पवित्र बनो और यथार्थ रीति याद करो तो याद करने से ही तुम छूट जाएंगे. അപ്പൊ ബാബ ഇപ്പൊ പറയാണ്, മക്കളെ ഇത് അന്തിമ ജന്മമാണ്. ഈ അന്തിമ ജന്മത്തിൽ ഒന്ന് നിങ്ങൾ പവിത്രമായിട്ട് ഒന്ന് മാറ്. അന്തിമ ജന്മത്തിൽ നിങ്ങൾ ഒന്ന് പവിത്രമായിട്ട് മാറും എന്ന് ബാബ പറയാം. അല്ലേ? അതിനർത്ഥം എന്താണ്? യഥാർത്ഥമായ രീതിയിൽ നിങ്ങൾ ബാബയെ ഒന്ന് ഓർമ്മിക്കുക. യഥാർത്ഥമായ രീതിയിൽ ഭഗവാനെ നമ്മൾ ഓർമ്മിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മോചനം കിട്ടുമെന്ന് ബാബ പറയാം. അല്ലെ? ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും. സത്യയുഗമേ യാദ് കർണേക്ക് ദർക്കാർ ഹി നഹി രഹേങ്കി. സത്യയുഗത്തില് നമുക്ക് ഒരിക്കലും ബാബയെ ഓർമ്മിക്കേണ്ട കാര്യം തന്നെ ഇല്ലെന്ന് ബാബ പറയാം. ദുഃഖമേ സിമരൻ സബ് കർത്തേ ഹേ യഹ് നരക്. ദുഃഖം വരുമ്പോ എല്ലാവരും ഭഗവാനെ ഓർമ്മിക്കും. കാരണം ഇത് നരകമാണല്ലോ എന്ന് ബാബ പറയാം. ഇൻകോ സ്വർഗത്തോ നഹി കഹേങ്കേന. ഇതിനെ സ്വർഗം ഇതിനെ സ്വർഗം എന്നൊന്നും പറയില്ലല്ലോ എന്നും ബാബ പറയാം. ഇൻകോ സ്വർഗത്തോ നഹി കഹേങ്കേന. ബഡേ ആദമി ജോ ധൻവാൻ ഹേ വഹ് സമജ്തേ ഹേ ഹമാരെ ലിയേ തോ യഹാം ഹി സ്വർഗ്. അപ്പൊ ബാബ പറയാണ്, വലിയ വലിയ പൈസക്കാരുണ്ടല്ലോ, ധനമെല്ലാം ഉള്ള ധനവാന്മാര് വിചാരിക്കുന്നത് ഞങ്ങൾക്ക് സ്വർഗം ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് സർവ്വ ഭൗതിക സുഖ സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങള് എവിടെയാണ്? സ്വർഗത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് കുറെ ധനവാന്മാര് മനസ്സിലാക്കുന്നത്. വിമാനാദി സബ് കുച്ച് വൈഭവ ഹേ കിത്തനോ ഉന്ദ ശ്രോതാ മേ രഹത്തെ.
ചിലവർക്കാണെങ്കിലൊക്കെ കുറെ പേർക്കൊക്കെ സ്വന്തമായിട്ട് വിമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോ ബസ്സിൽ പോണ പോലെയല്ല, നമ്മളിപ്പോ എല്ലാവരും സ്വന്തം കാറുകളിൽ പോവുമല്ലോ. അതേപോലെ കുറെ പേർക്ക് സ്വന്തമായി വിമാനങ്ങളുണ്ട് അല്ലേ? അപ്പൊ സ്വന്തമായി വിമാനങ്ങളെല്ലാം ഉള്ളവരെ വിചാരിക്കണത് എന്താ? ഞാൻ സ്വർഗത്തിലാണ്, അങ്ങനെയാണ് വിചാരിക്കണേ. അത് അന്ധവിശ്വാസമല്ലേ എന്ന് ബാബ ചോദിക്കാം. എത്ര സമ്പത്തുണ്ടെങ്കിലും ഒരു വിമാനം അല്ലെങ്കിൽ 10 വിമാനം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം, മാറാ രോഗം വന്നാൽ കഴിഞ്ഞില്ലേ ജീവിതം? 10 വിമാനം വെച്ചാലും എൻ്റെ ശരീരത്തിന്റെ രോഗം മാറില്ല എന്ന് ഒരാൾ പറയാണ്, ഒരു ഡോക്ടർ പറഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ടോ എന്താ കാര്യം? അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ധനവാന്മാര് വിചാരിക്കുന്നു ഞങ്ങൾ സ്വർഗത്തിലാണ്. അത് അന്ധവിശ്വാസമാണെന്ന് ബാബ പറയാൻ. ഗാത്തെ ബീഹെ തും മാത്പിത പരന്തു സംസ്ഥ കുച്ചുപേനെ. മഹിമ പറയുമ്പോ എന്ത് പറയും? ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ മാതാവാണ്, പിതാവാണ്, ബന്ധുവാണ്, സഖാവാണ് എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ അർത്ഥമൊന്നും അറിയുന്നില്ലെന്ന് ബാബ പറയാം. കോൺസെ സുഖ ഖനേരമില്ലേ ഏ കൊയ് ബി നഹീ ജാനത്തെ. ഭഗവാനിൽ നിന്ന് അളവറ്റ സുഖം കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാൽ ഭഗവാനിൽ നിന്ന് ഏതൊരു അളവറ്റ സുഖമാണ് കിട്ടുന്നത്, ഇതാർക്കും അറിയില്ല എന്ന് ബാബ പറയാം. ബോൾത്തി തോ ആത്മാവേന. ബാബ പറയാം, സംസാരിക്കുന്നത് ആത്മാവല്ലേ. നമ്മുടെ ശരീരത്തെ ആത്മാവില്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമോ നമ്മള്? അപ്പൊ സംസാരിക്കുന്നത് ആത്മാവല്ലേ എന്ന് ബാബ ചോദിക്കാം. തും ആത്മായെ സംസ്ഥേ ഹോ, ഹംകോ സുഖ ഖനേരെ മിൽനെ ഹെ. നമ്മൾ ആത്മാക്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമുക്ക് അളവറ്റ സുഖം കിട്ടേണ്ടതാണ്. ഉസ്കാ നാം ഹേ സ്വർഗ സുഖധാം. അതിന്റെ പേര് തന്നെ സ്വർഗം, സുഖധാമം എന്നാണ്. സ്വർഗ സബീകോ ബഹുത് മീഠാ ഭി ലഗ്താ ഹൈ. ബാബ പറയാ, സ്വർഗം എന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെ മധുരമാണ്. സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, മധുരമാണ് എല്ലാവർക്കും തോന്നുക സ്വർഗം എന്ന് പറയുമ്പോ. അഭി തും ജാനത്തെ ഹോ സ്വർഗ മേ ഹീരെ ജവഹരോം കെ കിത്തനെ മഹൽ തെ. അപ്പൊ ബാബ പറയാ, മക്കളെ, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, സ്വർഗത്തില് വജ്രങ്ങളും രത്നങ്ങളും എല്ലാം പതിച്ച എത്ര കൊട്ടാരങ്ങളാണ് ഉണ്ടാകുക എന്ന് ബാബ ചോദിക്കാം. സ്വർഗത്തിൽ എത്ര അല്ലെ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു, സ്വർണ്ണ കൊട്ടാരങ്ങള്. ഭക്തി മാർഗമേ ഭീ കിത്തന ലഗ്നത് ധൻത ജോ സോമനാഥ് കാ മന്ദിർ ബനായ. ഭക്തി മാർഗത്തില്, അതായത് ദ്വാപരയുഗം തുടങ്ങിയപ്പോഴും ഇവിടെ ഒരുപാട് ധനമുണ്ടായിരുന്നു. നമ്മുടെ സോമനാഥ ക്ഷേത്രം പണിതല്ലോ. ജ്യോതിസ്വരൂപനായ ശിവന്റെ സോമനാഥ ക്ഷേത്രം പണിതു. എന്തുകൊണ്ടാ പണിത്? വജ്രം കൊണ്ടാണ് പണിതത്. വജ്രം കൊണ്ട് ഒരു ശിവലിംഗമാണ് ഉണ്ടാക്കിയത്. പ്രകാശത്തിന്റെ ഓർമ്മചിഹ്നമായിട്ട് ഒരു ശിവലിംഗമാണ് ഉണ്ടാക്കിയത് വജ്രം കൊണ്ട്. രത്നങ്ങൾ കൊണ്ടെല്ലാമാണ് ആ ക്ഷേത്രം ഉണ്ടാക്കിയത്. അപ്പൊ ബാബ പറയാം, ഏക് ചിത്ര ലാഖോം കി കിമത്ത് വാലെ थे. ഓരോരോ ചിത്രങ്ങളും ലക്ഷക്കണക്കിന് വിലയുണ്ടായിരുന്നു, ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു വില എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, വഹ് കഹാ ചലെ ഗയേ. സോമനാഥ ക്ഷേത്രത്തില് വജ്രം കൊണ്ടാണ് എന്തുണ്ടാക്കിയ, ശിവലിംഗം ഉണ്ടാക്കിയ. രത്നങ്ങളും കല്ലോ അല്ലെ സ്വർണവും പറഞ്ഞ പോലെ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ബാബ പറയാ, അതൊക്കെ എവിടെ പോയി കുട്ടികളെ? ഇപ്പൊ ഒന്നുമില്ലല്ലോ. എവിടെ പോയി? കിത്നാ ലൂട്ട് കർലേ ഗയേ. എത്രയാണ് കൊള്ളയടിച്ചു കൊണ്ടുപോയത് എന്ന് ബാബ ചോദിക്കുകയാണ്. മുസൽമാനോം നെ ജായേ മസ്ജിദ് ആദി മേ ലഗായ ഇത്നാ ധൻ താ. ഈ സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചത് ആരായിരുന്നു? നമ്മുടെ മുസ്ലിം ധർമ്മത്തിൽപ്പെട്ട സഹോദരങ്ങളായിരുന്നു. മുസ്ലിം സഹോദരങ്ങളായിരുന്നു ആ ക്ഷേത്രം, അതായത് സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചത്. എന്നിട്ട് അവരെന്തു ചെയ്തു? മസ്ജിദുകളെല്ലാം പണിത് അതിൽ ഈ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത സാധനങ്ങളെല്ലാം മസ്ജിദിൽ കൊണ്ടുവച്ചു എന്ന് പറയാം. അത് മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്തു. അവർക്ക് വിഷമമൊന്നും തോന്നരുത് കേട്ടോ, അന്ന് നടന്ന കാര്യമാണ്. അതായത് ഏകദേശം ഒരു 2500 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അതുകൊണ്ട് അത് അന്നത്തെ കാലത്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആരെയും അങ്ങനെ വിചാരിക്കരുത്, ഒരാളെ ഇങ്ങനെ പറയണമെന്ന്. സത്യമായിട്ടുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്, സംഭവിച്ച കാര്യമാണ്. പക്ഷെ നമ്മുടെ സഹോദരങ്ങളല്ലേ, ഒരു വീടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ.
എന്നാലും മുസ്ലിം ധർമ്മത്തിൽപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. കൊള്ളയടിച്ചാലും അന്ന് അവർക്ക് അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാ ധർമ്മത്തിൽപ്പെട്ടവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. നമ്മൾ എത്ര ഉപദ്രവിച്ചാലും നമ്മുടെ സഹോദരങ്ങളാണ്. എന്നിട്ട് ബാബ പറയാ, അളവറ്റ ധനം ഉണ്ടായിരുന്നു സോമനാഥ ക്ഷേത്രത്തില്. അഭി തും ബച്ചോം കി ബുദ്ധി മേ ഹൈ, ഹം ബാബ് ദ്വാര ഫിർ സെ സ്വർഗ്ഗ കെ മാലിക് ബനത്തെ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. എന്താണ്? നമ്മൾ ബാബയിലൂടെ വീണ്ടും സ്വർഗത്തിന്റെ അധികാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ വീണ്ടും സ്വർഗത്തിന്റെ അധികാരിയാവുകയാണ്. എന്നിട്ട് ബാബ പറയാണ്, ഹമാരെ മഹൽ എന്നിട്ട് ബാബ പറയാം, हमारे महल सोने के होंगे, दरवाजों पर भी जड़त लगी हुई होंगी. ബാബ പറയാ, മക്കളെ, നമ്മുടെ കൊട്ടാരങ്ങളെല്ലാം സ്വർണത്തിൻ്റെതായിരിക്കും. സത്യയുഗത്തിലാണ്, ഇവിടുത്തെ കാര്യമല്ല. സത്യയുഗത്തില് നമ്മുടെ കൊട്ടാരങ്ങളെല്ലാം സ്വർണത്തിൻ്റെയാണ്. വാതിലുകളിൽ നിറയെ രത്നങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ടാകുന്നു ബാബ പറയാം അല്ലെ. കലിയുഗത്തില് വാതിലൊക്കെ വെക്കുമ്പോൾ അതിലെന്താണ് ഡെക്കറേഷൻ ചെയ്യുന്നത്? വല്ല പെയിന്റ് കൊണ്ടൊക്കെ ചിത്രം വരയ്ക്കുകയും അങ്ങനെയുള്ള അല്ലെ, മരം കൊണ്ട് തന്നെ ചിത്രമൊക്കെ ഉണ്ടാക്കും. സത്യയുഗത്തിൽ അങ്ങനെയല്ല. സത്യയുഗത്തില് ഡെക്കറേഷൻ ചെയ്യുന്നത് രത്നങ്ങൾ കൊണ്ടാണ്. അതാണ് ബാബ പറയുന്നത്. രത്നം പതിച്ച വാതിലുകളൊക്കെയാണ് ഉണ്ടാകുന്നത്. ജൈനിയൊക്കെ മന്ദിർ ബി ഏസെ ബനെ ഹുയേ ഹോത്തെ ഹെ. ഈ ജൈനന്മാരുടെ ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ബാബ പറയാൻ. അപ്പൊ ഹീര ആദ്യത്തൊനെയന, ഇപ്പൊ വജ്രമൊന്നും ഇല്ലല്ലോ എന്ന് ബാബ ചോദിക്കാം. കാരണം ഇപ്പൊ വജ്രത്തിനൊക്കെ എന്താ വില. അപ്പൊ അതുകൊണ്ട് ജോ പെഹലെ ഥേ, പണ്ട് ഇവിടെ എത്ര രത്നങ്ങളും സ്വർണവും വജ്രവും ഒക്കെ ഉണ്ടായിരുന്നോ അത്രയും ഇപ്പൊ ഇല്ല എന്ന് ബാബ പറയാം. അതില്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് റോൾഡ് ഗോൾഡ് വാങ്ങേണ്ടി വന്നത് അല്ലേ, അതിന് പകരം വെക്കാന്ന് പറഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് പറയാ, മക്കളെ, ഇപ്പൊ അതൊന്നും ഇല്ല, ഇപ്പൊ റിയൽ ആയിട്ടുള്ളതൊന്നും കിട്ടാനില്ല എന്ന് ബാബ പറയാ. എന്നിട്ട് ബാബ പറയാ, अभी तुम जानते हो हम बाप से स्वर्ग का वर्षा ले रहे हैं. शिव बाबा आते भी भारत में ही है. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? നമുക്കറിയാം, നമ്മൾ ബാബയിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്, സ്വർഗത്തിന്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിവബാബ വരുന്നത് തന്നെ, അതായത് സ്വയം ഭഗവാൻ അവതരിക്കുന്നത് തന്നെ ഭാരതഭൂമിയിലാണ്. ഭാരതത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഭാരത് കോ ഹി ശിവ ഭഗവാൻ സെ സ്വർഗ ക വർഷ മിൽത്താ ഹൈ. ഭാരതത്തിന് തന്നെയാണ് ശിവഭഗവാനിൽ നിന്ന് സമ്പത്ത് കിട്ടുന്നത്. ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാ? ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ ജ്യോതി സ്വരൂപനായ പരമാത്മാവിനെയാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. ഓക്കെ, ശിവഭഗവാൻ ഒരു പ്രകാശമാണ്. ആ പ്രകാശ സ്വരൂപനാണ് ഇവിടെ അവതരിച്ച് സ്വർഗം സ്ഥാപിക്കുന്നത് എന്ന് ബാബ പറയാം. क्रिश्चियन भी कहते हैं क्राइस्ट से 3000 वर्ष पहले भारत हेवन था. राज्य कौन करते थे? ക്രിസ്ത്യൻ ധർമ്മത്തിൽ പറയുന്നുണ്ട്, ക്രൈസ്റ്റ് വരുന്നതിന്റെ 3000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു എന്ന് പറയുന്നു. ക്രൈസ്റ്റ് വന്നിട്ട് 2000 സംതിങ് ആയി അല്ലേ. അപ്പൊ ദ്വാപരയുഗത്തില് ആദ്യം ധർമ്മം സ്ഥാപിച്ചത് ഇസ്ലാമാണ്. ഇസ്ലാം ധർമ്മം, ഇസ്ലാം അല്ലേ. ഇബ്രാഹിം വന്നു, ഇസ്ലാം ധർമ്മം സ്ഥാപിച്ചു. ബുദ്ധൻ വന്നു, ബുദ്ധധർമ്മം സ്ഥാപിച്ചു. പിന്നെ ക്രൈസ്റ്റ് വന്നു, ക്രിസ്തു ധർമ്മം സ്ഥാപിച്ചു. അപ്പൊ 3000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സത്യവത്തെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്വർഗം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ബാബ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആ സ്വർഗത്തിൽ ആര് രാജ്യം ഭരിച്ചിരുന്നു അതൊന്നും ആർക്കും അറിയില്ല. സ്വർഗമായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കിസ്കോ പത്താനേ, ഇതാർക്കും അറിയില്ലെന്ന് ബാബ പറയാ. ബാക്കി സംസ്ഥ ഹേ ഭാരത് ബഹുത് പുരാന ഹേ, ഇത് സ്വർഗ ഥാന. ബാബ പറയാണ്, ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഭാരതം ഒരുപാട് പഴയതായിരിക്കുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ ഭാരതം എന്തായിരുന്നു? സ്വർഗമായിരുന്നല്ലോ. അതുകൊണ്ട് ഭാരതത്തിന്റെ മഹിമ എന്തൊക്കെയാ പാടുന്നത്. ഒരിക്കൽ ഭാരതം സ്വർണപക്ഷിയായിരുന്നു. ഭാരതത്തിൽ ദേവീ ദേവതകൾ ജീവിച്ചിരുന്നു. ഒരിക്കൽ ഭാരതം സമ്പൽ സമൃദ്ധമായിരുന്നു അല്ലേ.
അപ്പൊ ബാബ പറയാ ഭാരതത്തെ കുറിച്ച് ഇത്രയും മഹിമയെല്ലാം ഉണ്ട്. എന്നിട്ട് ബാബ പറയാ ബാപ് കഹത്തെ ഹെ, ബാപ് കോ കഹത്തെ ഭി ഹെ ഹെവൻലി ഗോഡ് ഫാദർ. അതായത് ബാബയെ കുറിച്ച് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ്, അതായത് സ്വർഗം സ്ഥാപിച്ച പിതാവാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു മുകളിലേക്ക് നോക്കി സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്നത്, അല്ലേ? മേലോട്ട് നോക്കിയിട്ട് അങ്ങനെയാ പറയുന്നത്, ഞാൻ ദൈവപുത്രനാണെന്നാ പറയുന്നത്. അപ്പം പുത്രനൊരു അച്ഛൻ കാണണമല്ലോ, അല്ലേ? അതാണ് ദൈവപുത്രൻ, പരംപിത പരമാത്മ, അതാണ് ദൈവം. അപ്പൊ അതാണ് ബാബ പറയുന്നത് ഹെവൻലി ഗോഡ് ഫാദർ, അർത്ഥാത് ഹെവൻ സ്ഥാപൻ കർണേ വാല ഫാദർ, സ്വർഗം സ്ഥാപിക്കുന്ന അച്ഛൻ, അതാണ് ഹെവൻലി ഗോഡ് ഫാദർ. ജറൂർ ഫാദർ ആയേ ഹോങ്കെ തബ് തും സ്വർഗ മാലിക് ബനെ ഹോങ്കെ. അപ്പൊ ബാബ പറയാ, മക്കളെ, ഇവിടെ 3000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നെങ്കിൽ, നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ഇവിടെ നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരിക്കണം. സ്വർഗം സ്ഥാപിക്കാൻ വേണ്ടി ആ സ്വർഗസ്ഥനായ ഭഗവാൻ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം എന്ന് ബാബ പറയുകയാണ്. തീർച്ചയായും ഭഗവാൻ വന്നിട്ടുണ്ട്. ഹർ 5000 വർഷ കെ ബാദ് സ്വർഗ മാലിക് ബനത്തെ ഹോ. ഓരോ 5000 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഈ സൃഷ്ടി സ്വർഗമായിട്ട് മാറുന്നത്, അല്ലെ? നമ്മളെ സ്വർഗത്തിന്റെ അധികാരിയായിട്ട് മാറുന്നത്. പിന്നെ ആധാ കൽപ്പയ്ക്ക് ബാദ് രാവൺ രാജ് ശുരു ഹോത്താ ഹൈ. പിന്നെ അരക്കൽപ്പത്തിന് ശേഷം ഇവിടെ രാവണന്റെ രാജ്യം ആരംഭിക്കും. ചിത്രോമേ ऐसा क्लियर कर दिखाओ जो लाखों वर्ष की बात बुद्धि से ही निकल जाए. നമ്മൾ ചിത്രങ്ങളൊക്കെ വെക്കുമ്പോഴേ അതില് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് എഴുതി വെക്കണമെന്ന് ബാബ പറയാണ്. ചിത്രങ്ങളിൽ ക്ലിയർ ആയിട്ട് എഴുതി വെക്കൂ. അങ്ങനെയാണെങ്കിൽ മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്ന് 1,00,000 വർഷം എന്നുള്ളതൊക്കെ അങ്ങ് മാഞ്ഞു പോകും. അപ്പൊ സൃഷ്ടിചക്രത്തിന്റെ കാര്യം, സൃഷ്ടിചക്രം എന്നുള്ള ചിത്രത്തില് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കൂ എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാം, ലക്ഷ്മി നാരായൺ कोई एक नहीं है, इनों की डिनायस्टी होगी ना, फिर उन्हों के बच्चे राजा बनेंगे. അതായത് ബാബ പറയാണ്, ലക്ഷ്മി നാരായണൻ ഒന്നല്ല, ലക്ഷ്മി നാരായണന്റെ കുലമുണ്ടാവുമല്ലോ, അപ്പൊ അവരെയും എന്താവും, ലക്ഷ്മി നാരായണനെ പോലെ ആയിട്ട് മാറും. കുട്ടികളും രാജാവൊക്കെ ആയിട്ട് മാറുമല്ലോ എന്ന് ബാബ ചോദിക്കാം. രാജായിട്ട് ബനത്തെ ഹെന, രാജാക്കന്മാരായിട്ടും ഒരുപാട് പേര് മാറുമല്ലോ എന്ന് ബാബ പറയാണ്. സാരി മാല ബനി ഹുയി ഹെ, മുഴുവൻ മാലയും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. മാലാക്കോഹി സിമരൻ കർത്തെ ഹെ, മാലയെ തന്നെ ഓർമ്മിക്കുന്നുണ്ടല്ലോ എന്ന് ബാബ ചോദിക്കാം. जो बाप के मददगार बन बाप की सर्विस करते हैं उन्नों को ही माला बनते. അതായത് ബാബ പറയാണ്, ആരാണോ ബാബയുടെ കുട്ടിയായിട്ട് മാറി ബാബയുടെ സഹയോഗിയായി ബാബയുടെ സേവനം ചെയ്യുന്നത്, അവർക്ക് തന്നെയാണ്, അവരുടെ തന്നെയാണ് മാല ഉണ്ടാക്കുന്നത്. അപ്പൊ വെറുതെ ബാബയുടെ കുട്ടി ആയതുകൊണ്ട് നമ്മുടെ മാല ഉണ്ടാക്കില്ല. ആരാണോ ബാബയുടെ കുട്ടിയായി ബാബയുടെ സർവീസിൽ സഹയോഗം കൊടുക്കുന്നത്, അവരുടെ മാല ഉണ്ടാക്കുന്നു. ജോ പൂര ചക്രമേ ആത്തെ പൂജ്യ പൂജാരി ബനത്തെ ഹേ ഉന്നോംക യഹി യാദകാർ. പിന്നെയാണെങ്കിൽ ബാബ പറയാ, ആരാണോ പൂർണ്ണമായിട്ട് ചക്രത്തിൽ വരുന്നത്, അതായത് പൂജ്യൻ പൂജാരിയൊക്കെ ആയിട്ട് മാറുന്നത്, അവരുടെയൊക്കെ ഓർമ്മ ചിഹ്നങ്ങളുണ്ട് എന്ന് ബാബ പറയാം, അല്ലെ? പൂജ്യദേവതകളുടെ ഓർമ്മ ചിഹ്നങ്ങളാണല്ലോ ക്ഷേത്രങ്ങൾ. അപ്പൊ അതാ ബാബ പറയുന്നേ. എന്നിട്ട് ബാബ പറയാണ്, തും പൂജ്യ സെ പൂജാരി ബനത്തെ ഹോ ഫിർ അപ്നി മാലാക്കു ബട്ട് പൂജത്തെ ഹോ. ബാബ പറയാ, മക്കളെ, നിങ്ങൾ പൂജനിൽ നിന്ന് പൂജാരിയായി. കാരണം നമ്മുടെ ദൈവീയ ഗുണങ്ങളും ശക്തികളൊക്കെ നഷ്ടപ്പെട്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പൂജ ചെയ്യാൻ തുടങ്ങി, പൂജാരിയായി. എന്നിട്ട് നമ്മൾ നമ്മുടെ തന്നെ മാല ഇരുന്ന് ജപിക്കാൻ തുടങ്ങി. ദേവതകളുടെ മഹിമ പാടുക എന്ന് വെച്ചാൽ എന്താ? ഒരിക്കൽ ഞാൻ ദേവതയായിരുന്നു, അപ്പൊ ഞാൻ എൻ്റെ മഹിമ തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ദേവതയുടെ മഹിമ പാടുക എന്ന് പറയുന്നത്. എന്നിട്ട് ബാബ പറയാണ്, യഹ് രാസ്തും ബച്ചേ ഹി ജാനത്തെ ഹോ. ഇതൊക്കെ ഒരു രഹസ്യങ്ങളാണ്. ഈ രഹസ്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്കേ അറിയുള്ളൂ എന്ന് ബാബ പറയാം. ഈ രഹസ്യം ആർക്കും അറിയാത്തൊരു രഹസ്യമാണ്. എന്നിട്ട് ബാബ പറയാ, ഇത് ആരും അറിയുന്നില്ല. अभी तुमको माला का सारा ज्ञान है और कोई ज्ञान नहीं है.
അതായത് ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾക്ക് അല്ലേ മാലയുടെ മുഴുവൻ ജ്ഞാനവും ഉണ്ട്, എന്നാലോ വേറെ ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ബാബ പറയാം. ലോകത്തിൽ ആരും അറിയുന്നേ ഇല്ല എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ മനുഷ്യത്വ कोई किसके नाम पर മാല करते. ഇപ്പൊ മാല ജപിക്കുക എന്ന് പറയും, ജപമാല എന്ന് പറയുമല്ലോ. അതെല്ലാ ധർമ്മത്തിലും ഉണ്ട് ജപമാല. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. 3 ധർമ്മത്തിലും വേറെ മറ്റു പല ധർമ്മങ്ങളിലും ഒരു മാല ഉണ്ടാക്കി അവരിങ്ങനെ ജപിക്കും. അപ്പൊ ജപമാല എല്ലാവർക്കും ഉള്ളതാ. അപ്പൊ ജപമാലയില് ബാബ പറയാണ് ഈ ജപമാല ജപിക്കുമ്പോ ഓരോരുത്തരുടെ പേരാ പറയും. ചിലര് രാമനെ പറയും, ചിലര് കൃഷ്ണനെ പറയും, ചിലര് അയ്യപ്പനെ പറയും, ചിലര് ദേവിമാരെ പറയും അല്ലേ. അങ്ങനെ ക്രൈസ്റ്റിനെ പറയും, പിന്നെ മാതാവിനെ പറയും, അങ്ങനെ പലരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ പേരാണ് പറയുന്നത്. ജാനത്തെ കുച്ചുബിനെ അവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഭഗവാൻ ആരാണ്. സർവധർമ്മങ്ങളും അംഗീകരിക്കുന്ന ആ ഈശ്വരനെയാണ് ജപിക്കേണ്ടത്. പക്ഷെ ആർക്കും അറിയില്ല. ആ ഭഗവാനെ അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യണു, പലരും പല പേരുകളിൽ അങ്ങ് ജപിക്കുന്നു. ജാനത്തെ കുച്ചുബി നഹി, പാവങ്ങൾക്ക് ഒന്നും അറിയില്ല. അഭി തുംകോ മാലാക്ക സരക്കാണ്. അപ്പൊ നമുക്കിപ്പോ കാര്യങ്ങൾ മാലയുടെ എല്ലാ ജ്ഞാനവും മനസ്സിലായി. ഓർ കൊയ് ജ്ഞാൻ നെയ്യ്, വേറെ ആർക്കും ഈ ജ്ഞാനം ഒന്നും ഇല്ല. ക്രിസ്ത്യൻ തൊടവി സംസ്ഥേ ഹേ കിസ്കി മാല ഫേർത്തെ ഹേ അല്ലെ. അതായത് ക്രിസ്ത്യൻ ധർമ്മത്തിൽപ്പെട്ടവർക്കും അറിയുന്നില്ല ഈ മാല ആരുടെയാണ് കറക്കുന്നത്. ശരിക്കും ആരുടെയാണ് ഈ ജപമാല എന്ന് പറയുന്നത്? യഹ് മാല ഹേ ഹി ഉന്നോം കി ജോ ബാപ് കെ മദദ്ഗാർ ബൻ സർവീസ് കർത്തെ ഹെ. ശരിക്കും പറഞ്ഞാൽ ജപമാലയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ജപമാലയിലെ മുത്തുകൾ എന്ന് പറയുന്നത് ആരാണോ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോ ഭഗവാന്റെ സഹയോഗിയായി മാറി സർവീസ് ചെയ്യുന്നത്, അവരുടെ മാലയാണ് ജപമാല. അപ്പൊ സത്യമായ ഭഗവാനെ തിരിച്ചറിഞ്ഞ് സത്യമായ ഭഗവാന്റെ സഹയോഗിയായി മാറി സേവനം ചെയ്യുന്നവരുടെ മാലയാണ് ജപമാല. അത് മനസ്സിലാക്കണമെന്ന് ബാബ പറയാം. ഇസ് സമയ സബ് പതിത് ഹൈ, ജോ പാവൻ थे वह सब यहाँ आते आते अब पतित बने हैं. അപ്പൊ ബാബ പറയാണ് തീർച്ചയായിട്ടും ഈ സമയം എല്ലാവരും പതിതരാണ്. ആരാണോ പാവനമായിരുന്നത് അവരെല്ലാം ഇവിടെ വന്ന് പതിതമായിട്ട് മാറിയിരിക്കണമെന്ന് ബാബ പറയാം. പിന്നെ നമ്പർ വാർ സബ് ജായെങ്കെ, പിന്നെ എല്ലാവരും നമ്പർ വൈസ് അനുസരിച്ച് തിരിച്ചു പോകുമെന്ന് ബാബ പറയാം. നമ്പർ വാർ ആത്തെ ഹേ, നമ്പർ വാർ ജാത്തെ. വരുന്നതും പോകുന്നതും വരുന്നതും പോകുന്നതും വ്യത്യസ്തമായിട്ടാണ്. അതായത് ഓരോരോ ആത്മാക്കളിൽ ഓരോ ഗുണങ്ങളും ശക്തികളും ഉണ്ട്. എല്ലാവരിലും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ, വ്യത്യാസം ഉണ്ടാകുന്ന ബാബ പറയാം. തോ ഇതിനെ സംശയിക്കുമാത്തേ ബാബ പറയാം, മക്കളെ ഇതൊക്കെ എത്ര നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ജാഡ് ഹേ, ഇതൊരു വൃക്ഷമാണ്, സൃഷ്ടിവൃക്ഷമാണല്ലോ ഇത്. കിത്തനെ ടാൽ ടാലിയ മഡ്പത് ഹേ, അഭി യഹ് സാരാ ജാഡ് ഖലാസ് ഹോനാ ഹേ, फिर तुम्हारा फाउंडेशन लगेगा. അപ്പൊ ബാബ പറയാ, മക്കളെ ഇവിടെ നോക്കൂ, ഇതൊരു വൃക്ഷമാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നോക്കൂ, എത്ര ചില്ലകളും ശാഖകളും മഠങ്ങളും ആശ്രമങ്ങളുമാണോ ഉള്ളത് അല്ലേ. എല്ലാ ധർമ്മത്തിൽ തന്നെ പല രീതിയിലുള്ളതുണ്ട്. പക്ഷെ ബാബ പറയാ, മക്കളെ ഈ വൃക്ഷം മുഴുവൻ ഇപ്പൊ ഇല്ലാണ്ടാകും. ഇപ്പൊ ഈ വൃക്ഷം മുഴുവൻ ഇല്ലാതാകും, നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകുമെന്ന് ബാബ പറയാം. ഏത് ഫൗണ്ടേഷൻ? ദൈവീക ഗുണങ്ങൾ നിറച്ച ദേവതകൾ. മനുഷ്യൻ ദൈവീക ഗുണങ്ങൾ നിറച്ച ദേവതയായിട്ട് മാറും. ആ ഒരു ഫൗണ്ടേഷൻ ഇവിടെ അങ്ങ് സ്ട്രോങ് ആകുമെന്ന് ബാബ പറയാം. തുമ്ഹോ ഇസ് ജാഡ്കെ ഫൗണ്ടേഷൻ. നമ്മളെല്ലാവരും ആരാണ്? ഈ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ അടിത്തറയാണ്. നമ്മുടെ ഇടയിൽ ഒരു ജാതിയോ മതമോ പ്രായഭേദമോ ഒന്നുമില്ല. നമ്മൾ ഒരിക്കലും ജാതി മതം നോക്കുന്നില്ല. നമ്മളെല്ലാവരും ഒരു അച്ഛന്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഒരേ ഒരു കുടുംബത്തിലെ ആൾക്കാരാണ്.
വന്നത് ഒരോടെന്നാ നമ്മൾ വന്നേ, പോകുന്നത് ഒരോടേക്ക് തന്നെ, യാതൊരു വ്യത്യാസമില്ല അല്ലേ? അതാ പാപ്പന, നമുക്ക് അങ്ങനെ ഒരു വേർതിരിവൊന്നും ഇല്ല. ഉസ്മേ സൂര്യവംശി ചന്ദ്രവംശി ദോനും ഹെ. നമ്മുടെ വൃക്ഷം അല്ലെ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുമെന്ന് പറഞ്ഞല്ലോ, അതില് സൂര്യവംശവും ഉണ്ട് ചന്ദ്രവംശവും ഉണ്ട് എന്ന് ബാബ പറയാം. सत्ययुग त्रेता में जो राज करने वाले थे उन्नों का भी धर्म ही नहीं है, सिर्फ चित्र है. ഇപ്പൊ സത്യത്രേതായുഗത്തില് രാജ്യം ഭരിച്ചവര് അവരിപ്പോ ഇല്ല, അവര് ആ ഒരു രൂപത്തിലോ ഭാവത്തിലോ ഇപ്പൊ ഇല്ല. കേവലം ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 33 കോടി ദേവീ ദേവതകൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ 33 കോടി ദേവീ ദേവതകൾ ഒരിക്കൽ ഇവിടെ ജീവിച്ചിരുന്നവരാണ്. ഇന്ന് അവര് ആ രൂപത്തിലില്ല. ഇന്ന് അവരിവിടെ ഉണ്ട്, പക്ഷെ ദേവതാ രൂപത്തിലില്ല. അവരുടെ ജഡചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ബാബ പറയാം. നമ്മള് ഈ ആരുടെ ചിത്രം വെച്ചിട്ടാ പൂജ ചെയ്യാറ്? പൊതുവെ നമ്മൾ നോക്കിയാല് മരിച്ചവരുടെ ചിത്രം വെച്ചിട്ടാണ് പൂജ ചെയ്യുക. എന്നിട്ട് എന്താ പറയും, ഒരിക്കൽ ഇവരിവിടെ ഉണ്ടായിരുന്നു അല്ലേ, ഒരിക്കൽ ഇവരിവിടെ ഉണ്ടായിരുന്നു. അതേപോലെ ദേവതകളുടെ വിഗ്രഹങ്ങളും ഫോട്ടോയും വെച്ച് പൂജിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? അവരിവിടെ ഒരിക്കൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പില്ല. ഇപ്പൊ ആ രൂപത്തിൽ ഇവിടെ ഇല്ല. അതാണ് ബാബ പറയണേ, ചിത്രങ്ങൾ വെച്ച് പൂജ ചെയ്യുന്നു. അപ്പം ബാബ പറയാ, ജിൻകെ ചിത്ര ഹേ ഉന്നോം കി ബയോഗ്രഫി തോ ജാനന ചാഹിയേ ന. ആരുടെ ചിത്രമാണോ വെച്ച് പൂജ ചെയ്യുന്നത്, ആരുടെ ചിത്രമാണോ ഉള്ളത്, അവരുടെ ബയോഗ്രഫിയൊക്കെ ഒന്ന് അറിയണ്ടേ എന്ന് ബാബ ചോദിക്കാം. അവരുടെ ബയോഗ്രഫിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണ്ടേ എന്ന് ബാബ ചോദിക്കാം. കഹദേത്തെ ഫലാനി ചീസ് ലാഖോ വർഷ് പുരാണി. ലോകത്തിലെ മനുഷ്യര് പറയാറുണ്ടല്ലോ, ഇന്ന സാധനം 1,00,000 വർഷങ്ങളുടെ പഴക്കമുള്ളതാ. ചില സാധനങ്ങളൊക്കെ എടുത്തിട്ട് പറയോ 1,00,000 വർഷത്തിന്റെ പഴക്കമുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് ബാബ പറയാ അപ്പൊ വാസ്തവമേ പുരാനത്തെ പുരാന. ശരിക്കും പറഞ്ഞാൽ പഴയതിലും പഴയതാണ് അല്ലെ? ഓരോ സാധനങ്ങളും പഴകിയല്ലോ. വാസ്തവമേ പുരാനത്തെ പുരാന ഹേ ആദി സനാതൻ ദേവി ദേവതാധരം. ഏറ്റവും പഴയതെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആദി സനാതന ദേവി ദേവതാ ധർമ്മമാണ്. ഉൻകെ ആകെ തോ കോയി ചീസ് നഹീ ഹോ സക്തി. ഏറ്റവും പഴയ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ മുന്നിൽ വരാറില്ല. ഏറ്റവും പഴയത് ദേവതാ ധർമ്മമാണെന്ന് ബാബ പറയാം. അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാം, ഉൻകെ ആകെ തോ കോയി ചീസ് നഹീ ഹോ സക്തി, ബാക്കി സബ് 2500 वर्ष की पुरानी चीजें होगी, नीचे से खोद कर निकालते हैं ना. ബാക്കിയെല്ലാം 2500 വർഷം പഴക്കമുള്ളതാണ്. അതായത് ദ്വാപരയുഗം തുടങ്ങിയപ്പോൾ ഉണ്ടായതാണ്. അപ്പൊ 2500 വർഷത്തിന്റെ പഴയ സാധനങ്ങളാണ്. പലരും എന്ത് ചെയ്യും, താഴെ എല്ലാം ഇങ്ങനെ കുഴിച്ചിട്ട് പല സാധനങ്ങളും എടുക്കാറുണ്ടല്ലോ എന്ന് ബാബ ചോദിക്കാം. ഭക്തി മാർഗ് മേ ജോ പൂജ കർത്തെ ഹേ വഹ പുരാനെ ചിത്ര നിക്കാലത്തെ ഹേ ക്യോंकि earthquake में सब मंदिर आदि गिर पड़ते हैं फिर नए बनते. അപ്പൊ ബാബ പറയാ, ഭക്തി മാർഗത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അവര് പഴയ ചിത്രങ്ങളെല്ലാം എടുക്കുമെന്ന് ബാബ പറയാം. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെ ക്ഷേത്രങ്ങളെല്ലാം എന്ത് ചെയ്യും, അതിൽ നശിക്കുമല്ലോ. അപ്പൊ അതിന്ന് പല സാധനങ്ങളും കിട്ടുമല്ലോ. കുഴിക്കുമ്പോ പല സാധനങ്ങളും കിട്ടും. അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാ, സബ് മന്ദിർ ആദി ഗിർപടേ ഹെ ഫിർ നയ് ബനത്തെ. പിന്നെ ക്ഷേത്രങ്ങളെല്ലാം താഴെ വീഴും, പിന്നെ അവരെന്ത് ചെയ്യും, അത് പുതുക്കി പണിയുമെന്ന് ബാബ പറയാം. വേണ്ട അല്ലേ? അതാണ് ബാബ പറയണേ. എന്നിട്ട് ബാബ പറയാം, ഹീരെ സോനെ ആദി കി ഖനിയാം ജോ അഭി ഖാലി ഹോ ഗയി ഹെ വഹ മർത്ത് ഹോ ജായേംഗെ. സ്വർണത്തിന്റെയും രത്നങ്ങളിലെയൊക്കെ ഖനികളുണ്ടല്ലോ, ഇപ്പൊ എല്ലാം ഖാലിയാണ്. ഇനി ഇതെല്ലാം നിറയുമെന്ന് ബാബ പറയാൻ. അഭി തുമാരി ബുദ്ധി മേ ഹേ നാ. ബാബ ചോദിക്കുക, മക്കളെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബുദ്ധിയിൽ ഇല്ലേ എന്ന് ബാബ ചോദിക്കാം. ബാപ്നെ വേൾഡ് की हिस्ट्री ज्योग्राफी समझाई है. स्वयं भगवान
വേൾഡിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. സത്യയുഗമേ കിത്നേത്തോടെ മനുഷ്യ ഹോത്തെ ഹേ ഫിർ വൃദ്ധി കോ പത്തേ. ബാബ പറയാ, മക്കളെ, സത്യയുഗത്തില് എത്ര കുറച്ച് മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് എന്ത് സംഭവിച്ചേ? ജനങ്ങൾക്കൊക്കെ വർധനവ് സംഭവിച്ചില്ലേ, അഭിവൃദ്ധി വന്നു. ആത്മായെ സബ് പരന്താം സെ അതിരത്തി. ആത്മാക്കളെല്ലാം പരന്താമിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. ആത്തെ ആത്തെ ജാട് കൊടുത്ത ഹേ. അങ്ങനെ മോളിൽ നിന്ന് ആത്മാക്കളൊക്കെ വന്ന് ഈ വൃക്ഷത്തിന്റെ വലിപ്പം കൂടി. വൃക്ഷത്തിന്റെ വലിപ്പം കൂടുക എന്ന് വെച്ചാൽ എന്താ? ജനസംഖ്യ അങ്ങ് വർദ്ധിച്ചു എന്ന് ബാബ പറയാം. फिर जब जाड़ जड़जुड़ीभूत अवस्था को पाता है तो कहा जाता है राम गयो रावण गयो जिनका वो परिवार है. അപ്പൊ ബാബ പറയാണ്, അപ്പൊ അങ്ങനെ വൃക്ഷമെല്ലാം അങ്ങനെ എന്ത് ചെയ്തു? വന്ന് വലുതായി ഉയർന്നു. എന്നറിയ ജനസംഖ്യ ആയല്ലോ. പിന്നീട് എപ്പോഴാണോ ഈ വൃക്ഷം ജീർണിച്ച അവസ്ഥ നേടുന്നത്, അപ്പോഴാണ് പറയുന്നത് രാമനും പോയി രാവണനും പോയി. അല്ലേ? ഇത് വലിയൊരു കുടുംബമാണ്. രാവണന്റെ കുറെ ആയിരുന്നു കുടുംബം. രാവണനും കുടുംബമുണ്ട്, രാമനും കുടുംബമുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നേ. അപ്പൊ ബാബ പറയാം, ഇത് അങ്ങനെ ഒരു കുടുംബമാണ്. അനേക ധർമ്മ ഹേന, ഇവിടെ അനേക ധർമ്മങ്ങളില്ലേ എന്ന് ബാബ ചോദിക്കാം. ഹമാര പരിവാർ കിത്ന ചോട്ടാ ഹെ, എന്നാൽ നമ്മുടെ പരിവാരം എത്ര ചെറുതാ അല്ലേ? സ്വയം ഭഗവാൻ ഭൂമിയിൽ വന്ന് ഭഗവാന്റെ ഈശ്വരീയ മഹാവാക്യങ്ങൾ കേട്ട് അതിനനുസരിച്ച് ജീവിതം നയിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിവാരം, കുടുംബം കുറച്ചു പേരേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തില് നമ്മളെ ചെറിയൊരു പരിവാരമാണ്. ഇത് സിർഫ് ബ്രാഹ്മണോം കാ ഹി പരിവാര ഹെ. ഇത് കേവലം ബ്രാഹ്മണരുടെ മാത്രം കുടുംബമാണെന്ന് ബാബ പറയാം. വഹ് കിത്നെ അനേക ധർമ്മ ഹെ ജനസംഖ്യ ബത്ലാത്തെ ഹെ ന. ലോകത്തിലെ ബാബ പറയാ എത്ര ധർമ്മങ്ങളാണ്, എത്ര പേരാണ് അവിടെ. ജനസംഖ്യ ഇങ്ങനെ കണക്കെടുക്കും. ഓരോ വർഷം ജനസംഖ്യയുടെ കണക്കെടുക്കുമ്പോഴും അത് കൂടുതലാണ്ട് കുറയുന്നൊന്നുമില്ല, അല്ലേ? അപ്പൊ ബാബ പറയാ ജനസംഖ്യ ഇങ്ങനെ പറയാറുണ്ടല്ലോ. രാവൺ സമ്പ്രദായം, അതൊക്കെ രാവണ സമ്പ്രദായമാണ് മക്കളെ എന്ന് ബാബ പറയാ. എന്നിട്ട് ബാബ പറയാ കിത്തിന് അനേക ധർമ്മ ഹേ, അവിടെ എത്ര ധർമ്മങ്ങളാണ്. യസബ് ജായേ. ബാബ പറയാ, മക്കളെ ഇതെല്ലാം പോവും. ഒരു ദിവസം വരും അവിടെ ജാതിയില്ല. ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, ഇസ്ലാമാണ്, ബുദ്ധനാണ്, സിഖാണ്, മലയാളിയാണ്, ബംഗാളിയാണ്, നേപ്പാളിയാണ്, ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ദിനം വരും. എല്ലാ വ്യത്യാസങ്ങളും അവസാനിക്കുന്ന ഒരു ദിനം വരും കുട്ടികളെ എന്ന് സ്വയം ഭഗവാൻ നമ്മളോട് പറയാണ്. അങ്ങനെ ഒരു ദിവസം വരും. ബാക്കി തൊടഹി രഹേങ്കെ, ബാക്കി കുറച്ചു പേര് മാത്രമേ അവശേഷിക്കുള്ളൂ. രാവൺ സമ്പ്രദായ ഫിർ സ്വർഗമെനിഹി ആയെങ്കിൽ, പിന്നീട് രാവണ സമ്പ്രദായം സ്വർഗത്തിൽ വരില്ല എന്ന് ബാബ പറയാം. സബ് മുക്തിധാമേഹി രഹേങ്കെ, എല്ലാവരും എവിടെ ഇരിക്കുന്നറിയോ? മുക്തിധാമിലിരിക്കും, അല്ലെ? മുക്തിധാമിലിരിക്കുമെന്ന് ബാബ പറയാണ്. ബാക്കി തും ജോ പഠിത്തേ ഹോ വഹ് നമ്പർ വർ ആയെങ്കിൽ സ്വർഗമേ. ബാക്കി നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് അവര് നമ്പർ വൈസ് ആയിട്ട് വരും സ്വർഗത്തില് എന്ന് ബാബ പറയാം. അവര് നമ്പർ വൈസ് ആയിട്ട് സ്വർഗത്തിലേക്ക് വരും. എന്നിട്ട് ബാബ പറയാ, അഭി തും ബച്ചോं ने समझा है कैसे वह निराकार जाड़ है, यह മനുഷ്യ സൃഷ്ടി കാ ജാഡ് ഹെ. ഇപ്പോ നിങ്ങൾ കുട്ടികള് മനസ്സിലാക്കി തരികയാണ് എങ്ങനെയാണ് ലോകത്തിലെ, അല്ലെ, വൃക്ഷങ്ങളുണ്ടല്ലോ, മനുഷ്യ സൃഷ്ടി വൃക്ഷം, അതേപോലെ ബ്രഹ്മലോകത്ത് ശാന്തിധാമില് ആത്മാക്കളുടെ ഒരു വൃക്ഷമാണ് നിരാകാര വൃക്ഷം. നിരാകാര വൃക്ഷത്തിൽ ആരാ ഉണ്ടാവുക? ആത്മാക്കൾ ഇങ്ങനെ നല്ല പ്രകാശമായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതാണ് നിരാകാര വൃക്ഷം. തുമാരി ബുദ്ധിമേ ഹേ, ഇത് നമ്മളുടെ ബുദ്ധിയിലുണ്ടെന്ന് ബാബ പറയാം. പഠായി പർ ധ്യാൻ നെയ് ദേങ്കെ തോ ഇംതഹാൻ നാപാസ് ഹോ ജായേംഗെ. ബാബ പറയാണ്, മക്കളെ, പഠിപ്പില് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ പരീക്ഷയിലൊക്കെ തോറ്റുപോകുമെന്ന് ബാബ പറയാം. പഠിത്തേ ഓർ പഠാത്തെ രഹേങ്കെ തോ ഖുഷി ഭി രഹേങ്കെ. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ സന്തോഷവും ഉണ്ടാകും എന്ന് ബാബ പറയാം.
പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ സന്തോഷം ഉണ്ടാകും എന്ന് ബാബ പറയാം. അഗർ വികാരമേ ഗിരാത്തോ ബാക്കി ഏസ ഭൂൽ ജായേഗ. ഇനി അതല്ല, നിങ്ങൾ ഏതെങ്കിലും വികാരത്തിൽ വീഴുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം മറന്നു പോകുമെന്ന് ബാബ പറയാം. ആത്മാ ജബ് പവിത്ര സോന ഹോ തബ് ഉസ്മേ ധാരണ അച്ചി ഹോ. ബാബ പറയാ, ആത്മാവ് എപ്പോഴാണോ പവിത്ര സ്വർണമായി മാറുന്നത് അപ്പോൾ അതിൽ നല്ല ധാരണയും ഉണ്ടാകണം എന്ന് ബാബ പറയാം. സോനെ കാ ബർത്തൻ ഹോത്താ ഹെ പവിത്ര ഗോൾഡ്. സ്വർണത്തിന്റെ പാത്രം എന്ന് പറഞ്ഞാൽ എന്താ? പവിത്രമായിരിക്കും, ഗോൾഡൻ കളറാണ്, അതല്ലേ സ്വർണപാത്രം. എന്നിട്ട് ബാബ പറയാ, അഗർ കോയി പതിത് ബനാത്തോ ജ്ഞാൻ സുനാ നഹീ സക്ത. അതായത് ഈ പവിത്ര പാത്രം അല്ലെങ്കിൽ സ്വർണപാത്രം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബുദ്ധിയാണ് പറയുന്നത്. നമ്മുടെ ബുദ്ധി നല്ല പവിത്രമാണെങ്കിൽ ഈ ജ്ഞാനമൊക്കെ അങ്ങ് മനസ്സിലാവും. പക്ഷെ ബാബ പറയാ, ബുദ്ധി പതിതമായാൽ ജ്ഞാനം കേൾക്കാൻ സാധിക്കില്ല. കാരണം ഈശ്വരീയ ജ്ഞാനം കേൾക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് ഇത്തിരി ശക്തി വേണം. ഇതൊക്കെ കേൾക്കാനുള്ള ആരോഗ്യം വേണ്ടേ? മനസ്സിന് ശക്തി വേണം, അല്ലാതെ ഒന്നും ഭഗവാന്റെ ജ്ഞാനം കേൾക്കാൻ പറ്റില്ല. അഭി തും സാമനെ ബൈഠേ ഹോ, जानते हो गॉड फादर शिव बाबा हम ആത്മാവോं को पढ़ा रहे हैं. ഇപ്പൊ നമ്മളെല്ലാവരും ഭഗവാന്റെ മുന്നിലിരിക്കാം. നമുക്കറിയാം ഗോഡ് ഫാദർ ആയ ശിവഭഗവാനാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹം ആത്മായെ ഇൻ ഓർഗൻസ് ദ്വാരാ സുൻ രഹേ ഹൈ. നമ്മൾ ആത്മാക്കള് ഈ ശരീരമാകുന്ന ഓർഗൻസിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. പഠാനെ വാല ബാപ് ഹൈ. ऐसे പഠശാല സാരി ദുനിയാമേ കഹാം ഹോങ്കി. ബാബ പറയാണ്, മക്കളെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്, അല്ലെ? ഭഗവാൻ നമ്മുടെ അച്ഛനാണല്ലോ. ഇങ്ങനെ ഒരു പാഠശാല, അതായത് സ്വയം ഭഗവാൻ പഠിപ്പിക്കുന്ന ഒരു പാഠശാല ഈ ലോകത്തിൽ എവിടെയും ഇല്ല എന്ന് ബാബ പറയാം. ഭഗവാൻ പഠിപ്പിക്കുന്ന ഒരു പാഠശാല എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ ഭഗവാന്റെ പാഠശാല, ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. വഹ് ഗോഡ് ഫാദർ ഹേ, ടീച്ചർ ഭി ഹേ, സദ്ഗുരു ഭി ഹേ, സബ്കോ വാപ്പസ് ലേ ജായേംഗെ. ഇനി ബാബ പറയാ, അതായത് ആ ഭഗവാനാണ്, അതായത് നമ്മളെ പഠിപ്പിക്കുന്ന ആളുണ്ടല്ലോ, ആളാരാണ്? ഗോഡ് ഫാദർ. ഗോഡ് ഫാദർ ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ ഈ ഗോഡ് ഫാദർ ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. അപ്പൊ ഗോഡ് ഫാദർ ഈശ്വരൻ നമ്മുടെ അച്ഛനാണ്, സ്നേഹിക്കുന്നു, പാലിക്കുന്നു. പിന്നെ ഈ ഈശ്വരൻ എന്ത് ചെയ്യും? നമ്മളെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് ഈശ്വരൻ എന്ത് ചെയ്യും? തിരിച്ചു പോകാനുള്ള വഴിയെല്ലാം പറഞ്ഞു തരും, നമ്മളെ അങ്ങ് തിരിച്ചു കൊണ്ടുപോകും. ഇതെല്ലാം ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളാ. എന്നിട്ട് ബാബ പറയാ, അഭി തും സന്മുഖ് ബാപ്കെ സന്മുഖ് ബൈഠേ ഹോ, സന്മുഖ് മുരളി സുന്നേ മേ കിത്ന ഫറക് ഹൈ. ബാബ പറയാണ്, മക്കളെ ഇപ്പൊ നമ്മളെല്ലാവരും ബാബയുടെ മുന്നിലാണ്, അല്ലേ? അപ്പൊ ഈ മുന്നിലിരുന്ന് മുരളി കേൾക്കുമ്പോൾ എത്ര നല്ലതാണെന്ന് ബാബ ചോദിക്കണം. മുന്നിലിരുന്ന് മുരളി കേൾക്കാന്ന് വെച്ചാൽ എത്ര വ്യത്യാസമാണ്, അല്ലേ? നേരിട്ട് വരാതെ നേരിട്ട് വന്നൊക്കെ കേൾക്കുന്നത് രാപ്പകൽ വ്യത്യാസമുണ്ട്. ജയ്സെ ഒരു ടേപ്പ് മെഷീൻ നിക്കലി ഹൈ. ബാബ പറയാ, സബ്കെ പാസ് ഏക് ദിൻ ആ ജായേഗ. ഈ ടേപ്പ് മെഷീനിലൊക്കെ ഇപ്പൊ എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന്, അതിലാണ് കേൾക്കണം. പണ്ട് ടേപ്പായിരുന്നു, ടേപ്പ് റെക്കോർഡൊക്കെ വെച്ചിട്ടേ ടേപ്പായിരുന്നു. ഇപ്പം എല്ലാവരുടെ കയ്യിൽ ഫോണാണ്. അന്ന് ബാബ പറയുമ്പോൾ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല, ആദ്യം ആരുടെയും കയ്യിൽ ഫോണൊന്നുമില്ല. അന്ന് ടേപ്പ് റെക്കോർഡറായിരുന്നു. ഇന്ന് എല്ലാവരുടെയും ഫോൺ. അപ്പൊ ബാബ അങ്ങനെ ഒരു ദിവസം വരും മക്കളെ എന്ന് പറയാൻ. ബച്ചോം കെ സുഖ് കെ ലിയെ ബാപ്പ് ऐसी चीज बनवाते हैं, कोई बड़ी बात नहीं है. കുട്ടികളുടെ സുഖത്തിന് വേണ്ടി ബാബ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുകയാണ്. അതായത് ഇത് വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്ന് ബാബ പറയാം. കുട്ടികൾക്ക് പിന്നെ സൗകര്യാർത്ഥം കേൾക്കണ്ടേ, അല്ലേ? അതിനാണ് ഇന്ന് ഫോണൊക്കെ കണ്ടുപിടിച്ചത്. എന്തിനാ? ബാബയുടെ മഹാവാക്യം കേൾക്കാനാണ് ഈ ഫോണ് കണ്ടുപിടിച്ചത്. അതല്ലേ കൊറോണ വന്നപ്പോൾ നമ്മൾ ദിവസം ക്ലാസ് കേൾക്കാറുണ്ടായിരുന്നില്ലേ? നമ്മുടെ ക്ലാസ് മുടങ്ങിയോ? ബാക്കി എല്ലാവരുടെയും എല്ലാം മുടങ്ങി, നമ്മുടെ മാത്രമൊന്നും മുടങ്ങിയില്ല. അതിനെന്താ കാര്യം? ഭഗവാൻ ഇതൊക്കെ കണ്ടുപിടിച്ചല്ലോ, അല്ലെ? സയൻസിലൂടെ കണ്ടുപിടിപ്പിച്ചില്ലേ?
എന്നിട്ട് ബാബ പറയ സാവൽ ഷാഹേന പഹലെ ഗോരാ ഥാ അബി സാമ്പ്രാ ബനാ ഹേ തബ് തോ ശ്യാം സുന്ദർ കത്തെ. അപ്പൊ ബാബ പറയാം ഇതിങ്ങനെ വെളുത്ത ആളായിരുന്നു, എല്ലാവരും വെളുത്തതായിരുന്നു, പിന്നീട് ഒക്കെ കറുത്തുപോയി എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ ശ്യാം സുന്ദരൻ എന്ന് പറയാറുണ്ട് അല്ലേ. ശ്യാമസുന്ദരൻ എന്ന് ശ്രീകൃഷ്ണനെ പറയും. ശ്രീകൃഷ്ണനെയാണ് കറുത്തതും വെളുത്തതും എന്നൊക്കെ പറയും. എന്നാൽ ശ്രീകൃഷ്ണൻ അതിന്റെ ശ്രീകൃഷ്ണന്റെ ആത്മാവ് ഒരിക്കൽ കറുത്തു, ഒരിക്കൽ വെളുത്തു, പിന്നീട് വെളുക്കാണ്. ഇതൊക്കെ ചെയ്തു തരുന്നത് ആരാ? ബാബയാണ് അല്ലേ. ബാബയാണ് എല്ലാവരെ കൊണ്ടും എല്ലാം ചെയ്യിപ്പിച്ച് നമ്മളെ വെളുപ്പിക്കുന്നതും കറുപ്പിക്കുന്നതും എല്ലാം. അപ്പൊ അതാണ് ബാബ പറയുന്നത്. തും ജാനത്തെ ഹോ ഹം സുന്ദർ ഥേ അബ് ശ്യാം ബനെ ഹേ ഫിർ സുന്ദർ ബനെ. ബാബ പറയാം നിങ്ങൾക്കറിയോ നമ്മൾ സുന്ദരനായിരുന്നു, ഇപ്പൊ ശ്യാമനായിട്ട് മാറിയിരിക്കുകയാണ്, വീണ്ടും സുന്ദരനായി മാറും എന്ന് ബാബ പറയാം. സിർഫ് ഏക് ക്യോं ബനേഗാ, ഏക് കോ സർനെ ഡസാ ക്യോं ക്യാ. അപ്പൊ ബാബ പറയാ കേവലം ഒരാള് മാത്രമാണോ വെളുക്കുക? അതായത് ശ്യാമസുന്ദരൻ എന്നിട്ട് ശ്രീകൃഷ്ണനെ മാത്രമല്ലേ പറയുന്നേ. അപ്പൊ ബാബ പറയാ ഒരാൾ മാത്രമേ ഇവിടെ വെളുക്കുള്ളൂ. അതെന്താ ഒരാളെ മാത്രം സർപ്പം കൊത്തിയതായിട്ട് പറയുന്നത് എന്ന് ബാബ ചോദിക്കാം. കൃഷ്ണനെ സർപ്പം കൊത്തി എന്നൊക്കെയാണല്ലോ കഥയിൽ പറയണത്. സർപ്പത്തോ മായക്കു കഹാ ജാത്താ ഹേ നാ. സർപ്പം എന്ന് പറഞ്ഞാൽ ആരാ? മായയാണ്. കൃഷ്ണനെ കുറിച്ച് എന്തൊക്കെ കഥകളാ പറയുന്നല്ലേ. പാമ്പ് കുത്തി പറയും, 5 തലയുള്ള പാമ്പിന്റെ മുകളിലിരുന്ന് ഡാൻസ് ചെയ്തു എന്ന് പറയും. എല്ലാം വെഡിത്തങ്ങളാണ്, അവഗുണങ്ങളെയാണ് പറയുന്നത്. കാമ, ക്രോധ, മോഹ, ലോഭ, അഹങ്കാരം, ഈ 5 വികാരങ്ങളുടെ മേൽ വിജയം നേടിയ ആളാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ. അതാണ് ഡാൻസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു പാമ്പുമില്ല, അങ്ങനെ ഒരു ഡാൻസ് നടന്നിട്ടില്ല. ഇതൊക്കെ ഒരു മായയാണ് മക്കളെ എന്ന് ബാബ പറയാൻ. विकार में जाने से सांवरा बन जाता है, कितने समझने की बात है. ബാബ പറയാം ഈ വികാരങ്ങളിൽ പോകുമ്പോൾ, പഞ്ചവികാരങ്ങളില്ലേ, കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം, ഈ പഞ്ചവികാരത്തിൽ പോകുമ്പോഴാണ് ആത്മാവ് കറുത്തു പോകുന്നത്. ഇതൊക്കെ എത്ര മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് ബാബ പറയാം. ബേഹദ് കാ ബാപ് കഹത്തെ ഹൈ, ഗൃഹസ്ഥ വ്യവഹാർ മേ രഹത്തെ, യഹ് അന്തിം ജനം ഫോർ മൈ സേക്ക് മേരെ സാത്തക്ക് പവിത്ര ബനോ. അതായത് ബാബ പറയാ, പരിധിയില്ലാത്ത ബാബ പറയാണ് മക്കളെ, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ട് ഈ ഒരു അന്തിമ ജന്മത്തില് എനിക്ക് വേണ്ടിയെങ്കിലും നിങ്ങളൊന്ന് പവിത്രമാകൂ എന്ന് ബാബ പറയാം. ഈ അന്തിമ ജന്മത്തില് ഭഗവാന് വേണ്ടിയെങ്കിലും നമ്മൾ പവിത്രമായിട്ട് മാറൂ എന്ന് ഭഗവാൻ പറയാണ്. ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ ഒരു റിക്വസ്റ്റ് ആണ് മക്കളെ, ഈ അന്തിമ ജന്മത്തില് നിങ്ങൾ ഒന്ന് പവിത്രമായിട്ട് മാറൂ. ഗൃഹസ്ഥത്തിൽ ഇരുന്നോളൂ, കുടുംബത്തിൽ ഇരുന്നോളൂ, പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് താമരപുഷ്പത്തിന് സമാനമാകൂ. അതാ ബാബ പറയുന്നേ, ബച്ചോം സേഹ് ഭീഖ് മാംഗത്തെ ഹേ. കുട്ടികളോട് ബാബ യാചിക്കുകയാണ്, മക്കളെ നിങ്ങൾ ഈ ജന്മം ഒന്ന് പവിത്രമാകൂ എന്ന് പറഞ്ഞ് യാചിക്കുക. കമൽ ഫോൾ സമാൻ പവിത്ര ബനോ और मुझे याद करो तो यह जन्म भी पवित्र बनेंगे और याद में रहने से पास्ट के विकर्म भी विनाश होंगे. അപ്പൊ ബാബ പറയാണ്, താമരപുഷ്പത്തിന് സമാനം പവിത്രമായി മാറി നമ്മുടെ ബാബയെ ഓർമ്മിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ജന്മം അല്ലേ എന്താകും? ഈ ജന്മം പവിത്രമായി. അങ്ങനെ ശിവബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയാണെങ്കിൽ പാസ്റ്റത്തിലെ വികർമ്മമൊക്കെ അങ്ങ് വിനാശം. നമ്മൾ എന്തൊക്കെ പാസ്റ്റിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഈ ജന്മം ഓർമ്മ വെച്ച നാൾ മുതൽ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ജന്മത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ. കഴിഞ്ഞ ജന്മത്തെ വല്ല ഓർമ്മയുണ്ടോ? അപ്പൊ ബാബ പറയാ, കഴിഞ്ഞ എല്ലാ വികർമ്മങ്ങളും നമ്മുടെ വിനാശമാകും. യഹ് യോഗാഗ്നി ജിസ്സെ ജന്മ ജന്മാന്തർ കെ പാപ ദഗ്ധ് ഹോത്തെ. ഇത് യോഗാഗ്നിയാണ്. ആത്മപരമാത്മാ ബന്ധം യോജിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അഗ്നിയാണ് യോഗാഗ്നി. ഈ അഗ്നിയിലൂടെ ജന്മജന്മാന്തരങ്ങളുടെ പാപങ്ങളെല്ലാം ഭസ്മമാകുമെന്ന് ബാബ പറയാം. സതോ പ്രധാൻ സെ സതോ രജോ തമോ മേ ആത്തെ ഹേ തോ കല കം ഹോ ജാത്തി ഹേ. അതായത് സതോ പ്രധാനത്തിൽ നിന്ന് സതോ ആയി, രജോ ആയി, തമോ ആയി, തമോ പ്രധാനമായില്ലേ. അങ്ങനെ കലകളെല്ലാം കുറഞ്ഞു വന്നു എന്ന് ബാബ പറയാം. ഖാദ് പട ജാത്തി ഹേ.
ആത്മാവിലെല്ലാം കറ പറ്റാൻ തുടങ്ങി അല്ലേ, കറ പറ്റിയിരിക്കുകയാണ്. അപ്പൊ ബാബ് കഹത്തെ ഹേ സിറഫ് മാമേകം യാദ് കർ. അപ്പൊ ബാബ പറയാ, മക്കളെ കേവലം നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കും. ബാക്കി പാനി കി നദിയാ മേ സ്നാൻ കർനെ സെ തോടെ ഹി പാവൻ ബനേങ്കി. ബാബ പറയാ, ബാക്കി മക്കളെ ഈ വെള്ളത്തിന്റെ നദിയിൽ പോയിട്ട് കുളിച്ചാലൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പാവനാകാൻ പറ്റില്ല എന്ന് ബാബ പറയാം. വെള്ളത്തിൽ കുളിച്ച ശരീരത്തിന്റെ അഴുക്കെങ്ങാനും പോയാൽ ഭാഗ്യം, അല്ലാതെ നിങ്ങളുടെ ആത്മാവിന്റെ ഒരു പാപം ഇല്ലാണ്ടാവില്ല എന്ന് ബാബ പറയാം. അത് മനസ്സിലാക്കൂന്ന് പറയാം. എന്നിട്ട് ബാബ പറയാ, പാനിക്ക് തത്വേന, വെള്ളവും തത്വമാണല്ലോ അല്ലേ, പഞ്ചതത്വത്തിലൊന്നല്ലേ. അപ്പൊ ബാബ പറയാണ്, പഞ്ചതത്വ കഹാ ജാത്താ ഹെ, 5 തത്വങ്ങളെന്ന് പറയാറുണ്ടല്ലോ. യഹ് നദിയം കൈസെ പതിത് പാവനി ഹോ സക്തി ഹെ. ബാബ ചോദിക്കുക, ഈ നദികള് എങ്ങനെ പതീത പാവനയാകും എന്നാണ് ബാബ ചോദിക്കുന്നത്. നദികൾ എങ്ങനെ പതിത പാവനയാകും? നദിയാം തോ സാഗർ സെ നിക്കാൽത്തെ ഹെ. നദികൾ ഉത്ഭവിക്കുന്നത് സാഗരത്തിൽ നിന്നാണെന്ന് ബാബ പറയാണ്. അതിനർത്ഥം എന്താ? ഇവിടെ സാഗരം എന്ന് പറയുന്നത് സർവശക്തികളുടെയും ഗുണങ്ങളുടെയും സാഗരൻ പരംപിത പരമാത്മാ, സ്വയം ഭഗവാനാണ് സാഗരൻ. ഭഗവാനായ സാഗരത്തിൽ നിന്നുണ്ടായതാണ് ആര്? ആത്മാക്കളാകുന്ന നമ്മൾ കുട്ടികൾ, നദികള്. നമ്മൾ നദികളാണ്. പഹലേത്തെ സാഗർ പതിത പാവൻ ഹോനാ ചാഹിയേ നാ. സാഗരം ആദ്യം പതിത പാവനാവണ്ടേ. സാഗരം പതിത പാവനാണെങ്കിൽ അവരിലൂടെയാണല്ലോ, പതിത പാവനാണ് ബാക്കിയുള്ള നദികളെയൊക്കെ എന്ത് ചെയ്യുന്നേ? പാവനാക്കി മാറ്റുന്നേ അല്ലേ. അതാ ബാബ പറയണേ. അച്ഛാ मीठे मीठे सिक्की लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार, गुड मॉर्निंग और नमस्ते. इन्हें बाबा धारणा പറയാം. धारणा के लिए मुख्य साथ विजयमाला में आने के लिए बाप का मददगार बन सर्विस करना है. അതായത് വിജയമാലയിൽ വരുന്നതിന് വേണ്ടി ബാബയുടെ സഹയോഗിയായി മാറി സർവീസ് ചെയ്യണം. വിജയമാലയിൽ വരുന്നതിന് വേണ്ടി ബാബയുടെ സഹയോഗിയായി മാറി സർവീസ് ചെയ്യണം. ഏക് മാഷിക് കെ സാത്ത് സച്ചി പ്രീത് രഖ്നെ ഹെ. ഒരു പ്രിയതമനോടൊപ്പം, അതായത് ഒരു ഭഗവാനാകുന്ന പ്രിയതമനോടൊപ്പം സത്യമായ സ്നേഹം വെക്കണം. ഏക് കോഹി യാദ് കർണ, ഒന്നിനെ തന്നെ ഓർമ്മിക്കണം എന്ന് ബാബ പറയാം. അപ്നി എക്യുറേറ്റ് എയിം ഒബ്ജക്റ്റ് കോ സാമനെ രഖ് പൂര പുരുഷാർത്ഥ കർണ. പറയാ, തൻ്റെ കറക്റ്റായിട്ടുള്ള ലക്ഷ്യത്തെ മുന്നിൽ വെച്ച് പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യണം. पूर्णमाय पुरुषार्थ ചെയ്യണം. डबल अहिंसक बन मनुष्य को देवता बनाने का ശ്രേഷ്ഠ കർത്തവ്യ करते रहना है. അതായത് ബാബ പറയാണ്, ഡബിൾ അഹിംസകനായി മാറി മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്ന ശ്രേഷ്ഠ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്ന കർത്തവ്യമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതാണ് ബാബ പറയുന്നത്. ഇനി ബാബ വരദാനം പറയാ, വിജയീपन के नशे द्वारा सदा हर्षित रहने वाले सर्व आकर्षणों से मुक्त भव. അതായത് ബാബ പറയാ, വിജയി എന്ന ലഹരിയിലൂടെ, വിജയി എന്ന ലഹരിയിലൂടെ വിജയി എന്ന ലഹരിയിലൂടെ സദാ ഹർഷിതമായിരിക്കുന്ന സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. വിജയി രത്നോं का यादगार बाप के गले का हार आज तक पूजा जाता है. അതായത് ബാബ പറയാ, വിജയി രത്നങ്ങളുടെ ഓർമ്മചിഹ്നം, വിജയി രത്നങ്ങളുടെ ഓർമ്മചിഹ്നം എന്താണ്? ബാബയുടെ കഴുത്തിലെ മാലയായി ഇന്നും പൂജ കിട്ടുന്നു എന്ന് പറയാം. അതാണ് നമ്മൾ, അതായത് ദേവി ദേവതകൾ, दिवात्माक्കള്. तो सदा यही नशा रहे कि हम बाबा के गले का हार विजयी रत्न है.
ഹം വിശ്വ മാലിക് ഹെ, മാലിക് കെ ബാലക് ഹെ. സദാ നമുക്ക് ഈ ലഹരി ഉണ്ടായിരിക്കണം. സദാ ഏത് ലഹരി ഉണ്ടായിരിക്കണം? അതായത് ഞാൻ ബാബയുടെ കഴുത്തിലെ മാലയാണ് അല്ലേ? ഞാൻ ബാബയുടെ കഴുത്തിലെ മാല വിജയീ രത്നമാണ്, വിജയീ രത്നമാണ് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, നമ്മൾ വിശ്വത്തിന്റെ ബാലകനും അധികാരിയുമാണെന്ന് ബാബ പറയാം. ഹമേ ജോ മിലാ ഹൈ വഹ് കിസി കോ ഭി മിൽ നഹീ സക്താ. ബാബ പറയാ, നമുക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ അതാർക്കും കിട്ടിയിട്ടില്ലെന്ന് ബാബ പറയാം. നമുക്ക് ഭഗവാനെ കിട്ടിയില്ലേ അല്ലേ? നമുക്ക് ഭഗവാനെ അച്ഛനായിട്ട് കിട്ടി, ടീച്ചറായിട്ട് കിട്ടി, ഗുരുവായിട്ട് കിട്ടി. ഇതൊന്നും വേറെ ആർക്കും കിട്ടിയിട്ടില്ലെന്ന് ബാബ പറയാം. वह नशा और खुशी स्थायी रहे तो किसी भी प्रकार के आकर्षण से परे रहेंगे. അപ്പൊ ബാബ പറയാണ്, ഈ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കുകയാണ്. ഈ ലഹരി സ്ഥിരമായിട്ട് നമ്മളിൽ ഉണ്ടെങ്കിൽ ഏത് പ്രകാരത്തിലുള്ള ആകർഷണങ്ങളിൽ നിന്നും നമുക്ക് ഉപരിയായിട്ടിരിക്കാം. ഏത് പ്രകാരത്തിലുള്ള ആകർഷണങ്ങളിൽ നിന്നും നമുക്ക് ഉപരിയായിട്ടിരിക്കാമെന്ന് ബാബ പറയാം. ജോ സദാ വിജയി ഹെ വോ സദാ ഹർഷിത ഹെ. ബാബ പറയാ, ആരാണോ സദാ വിജയി അവര് സദാ ഹർഷിതമായിരിക്കുമെന്ന് ബാബ പറയാം. ഏക് ബാപ് കി യാദ് കെ ഹി ആകർഷൺ മേ ആകർഷിത ഹെ. അവര് ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ തന്നെ, ആ ബാബയുടെ ആ ഓർമ്മയിൽ തന്നെ ആ ഒരു ആകർഷണത്തിൽ ആകർഷിതരായി. അവർക്ക് എപ്പോഴും ആരോട് ആകർഷണം? ബാബയോട് ആകർഷണം ഉണ്ടാകുമെന്ന് ബാബ പറയാം. ഇനി ബാബ സ്ലോഗൻ പറയാ, ഏക് കെ അന്ത് മേ ഖോ ജാന അർത്ഥാത് ഏകാന്തവാസി ബനന. അതായത് ബാബ പറയാണ്, ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുക. ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുക. അർത്ഥം ഏകാന്തവാസിയായി മാറുക. ഏകാന്തവാസിയായിട്ട് മാറുക അല്ലെ? ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ മുഴുകുക, അർത്ഥം ഏകാന്തവാസിയായിട്ട് മാറും. ഇനി ബാബ അവ്യക്ത സൂചന പറയാം. ഏകാന്ത പ്രിയ ബനോ, ഏകത ഓർ ഏകാഗ്രത കോ അപ്നാവോ. അതായത് ബാബ പറയാണ്, ഏകാന്ത പ്രിയരായി മാറൂ, ഏകതയും ഏകാഗ്രതയും സ്വന്തമാക്കും. അപ്പൊ ബാബ അതാ പറയുന്നത്, ഏകാന്തപ്രിയരായി മാറും, ഏകതയും ഏകാഗ്രതയും സ്വന്തമാക്കും. अभी सब मिलकर एक दो को हिम्मत बढ़ा के ये संकल्प करो कि अब समय को समीप लाना ही है. അതായത് ഇപ്പോ എല്ലാവരും കൂടി ചേർന്ന് പരസ്പരം ധൈര്യമുണ്ടാക്കി ഈ സങ്കല്പം ചെയ്യും. ധൈര്യമുണ്ടാക്കി ഈ സങ്കല്പം ചെയ്യൂ. ഇപ്പോൾ സമയം അല്ലെ? ഇപ്പോൾ സമയത്തെ സമീപത്ത് കൊണ്ടുവരണം. ഇപ്പോൾ സമയത്തെ സമീപത്ത് കൊണ്ടുവരണം. ആത്മാവോംകോ മുക്തി ദിലാനി ഹി ഹെ. ആത്മാക്കൾക്ക് മുക്തി കൊടുക്കുക തന്നെ വേണം. ലേക്കിൻ യഹ് തബ് ഹോഗാ ജബ് സോച്ചനെ കോ സ്മൃതി സ്വരൂപ മേ ലായിക്കെ. എന്നാൽ ബാബ പറയാണ്, ഇത് എപ്പോഴാണ് ഉണ്ടാവുക എന്നറിയോ? എപ്പോഴാണോ ചിന്തിക്കുന്നതിന്റെ സ്മൃതി സ്വരൂപത്തിൽ വരുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിന്റെ സ്മൃതി സ്വരൂപത്തിലേക്ക് വരണം. അതിന്റെ സ്മൃതി സ്വരൂപത്തിലേക്ക് വന്നാലാണ് അത് സംഭവിക്കണം അല്ലേ? അതാ ബാബ പറയണേ. എന്നിട്ട് ബാബ പറയാ, ജഹാം ഏകത ഓർ ദൃഢത ഹെ വഹാം അസംഭവ് ഭി സംഭവ് ഹോ ജാതാ ഹെ. ബാബ പറയാണ്, എവിടെയാണോ ഏകതയും ദൃഢതയും ഉള്ളത്, എവിടെയാണോ ഏകതയും ദൃഢതയും ഉള്ളത് അവിടെ അസംഭവം പോലും സംഭവമാണ്. അപ്പൊ എവിടെയാണോ ഏകതയും ദൃഢതയും ഉള്ളത്
അവിടെ എന്ത് വരുന്ന ബാബ പറയണേ? അവിടെ സഫലത വരുമെന്ന് ബാബ പറയാം. അപ്പൊ ദൃഢതയും വേണം, ഏകതയും നമുക്ക് വേണം. അപ്പോൾ ദൃഢതയും ഏകതയും ഉണ്ടെങ്കിൽ അസംഭവത്തെ പോലും എന്ത് ചെയ്യാൻ പറ്റും? സംഭവമാക്കി മാറ്റാൻ പറ്റുമെന്ന് ബാബ പറയും. അപ്പൊ അസംഭവത്തേക്കൊന്ന് സംഭവമാക്കണ്ടേ? അപ്പം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമുക്ക് ഇത്രയും സ്നേഹത്തെ, അതായത് ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കും. ഓക്കെ, ഓം ശാന്തി.
ഓം ശാന്തി.